അവനെ കൊന്നതാണെന്നുള്ളത് തന്നെ എനിക്ക് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. CBI അന്വേഷിച്ചിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർക്ക്. ഇല്ല, അത് നമ്മൾ മറ്റേ അപേക്ഷയൊക്കെ കൊടുത്ത് CBI വന്ന് അവർ ചോദ്യം ചെയ്തു എന്ന് പറയണു. അറിഞ്ഞൂടാ, റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കിയാൽ അറിയാവും എങ്ങനെയാണെന്ന്. ആദ്യത്തെ റിപ്പോർട്ടിലൊന്നും കിട്ടിയില്ല എന്നാണ് പറയണേ. രണ്ടാമത്തെ റിപ്പോർട്ടും കൊടുത്തു, അതിനകത്ത് പുതിയതായിട്ടൊന്നും ഇല്ലെന്നാണ് പറയണായിട്ട്. അല്ല, അടുത്തെന്ന് പറഞ്ഞാൽ അവൻ അവരുടെ കൂടെ ഡ്രൈവറായിട്ട് നടന്നിരുന്നതല്ലേ. ധാരണ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ ഡ്രൈവർമാരാണല്ലോ. അത് മാത്രമല്ല, അവൻ നേരത്തെ 1-2 കേസിൽ, ക്രിമിനൽ കേസിൽ പുള്ളിയാണ്. ഒരു ATM കവർച്ചയുടെ കേസ്, ഒരു ഭവനവേദന കേസ്, ഇങ്ങനെ 2-3 കേസുകളൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ പേരിൽ. ഈ കള്ളക്കടത്ത് മാഫിയ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു വലിയ സംഘമാണ്. അവരെ സംരക്ഷിക്കാനല്ല അവനെന്തിനാ വഴങ്ങിയെന്ന് തന്നെ വേണം പറയാൻ. അപേക്ഷയൊക്കെ കൊടുത്ത് CBI വന്ന് അവർ ചോദ്യം ചെയ്തു എന്ന് പറയണു. അറിഞ്ഞൂടാ, റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കിയാൽ അറിയാവും എങ്ങനെയാണെന്ന്. ആദ്യത്തെ റിപ്പോർട്ടിലൊന്നും കിട്ടിയില്ല എന്നാണ് പറയണേ. രണ്ടാമത്തെ റിപ്പോർട്ടും കൊടുത്തു, അതിനകത്ത് പുതിയതായിട്ടൊന്നും ഇല്ലെന്നാണ് പറയണായിട്ട്. ഈശ്വര വാര്യർ മാത്രമല്ല, മകന്റെ മരണത്തിന് കാരണം തേടി, നീതി തേടി നിയമ പോരാട്ടം തുടരുന്ന ഒരച്ഛൻ കൂടി നാടിന് മുന്നിൽ വേദനയാവുകയാണ്. വയലിനിസ്റ്റ് ബാലഭാസ്കറുടെ അച്ഛൻ ഉണ്ണിയുടെ വാക്കുകളാണ് നമ്മൾ ഈ കേട്ടത്. എത്രയോ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെയാണ് അന്വേഷിച്ച എല്ലാ പോലീസ് സംഘങ്ങളും CBIയും ഒറ്റ വാക്കിൽ പറഞ്ഞത് ബാലഭാസ്കറുടെ മരണം വാഹനാപകടം മാത്രമാണെന്ന്. വാഹനമോടിച്ച ഡ്രൈവർ അർജുന്റെ മൊഴികളിലെ വൈരുദ്ധ്യമോ സുഹൃത്തുക്കളുടെ സ്വർണ്ണക്കടത്ത് സംഘ ബന്ധങ്ങളോ ഒന്നും അന്വേഷണ സംഘങ്ങൾ മുഖവിലക്കെടുത്തില്ല. നടന്നത് കൊലപാതകമാണെന്ന ബാലഭാസ്കറുടെ വയസ്സായ അച്ഛനും അമ്മയും അടക്കമുള്ളവരുടെ പരാതികൾ അന്വേഷണ റിപ്പോർട്ടുകൾക്ക് മുന്നിൽ വെള്ളത്തിൽ വരച്ച വരയായി അവസാനിച്ചു. 6 വർഷം കഴിഞ്ഞിട്ടും ദുരൂഹത ബാക്കിയായി തുടരുന്നതിനിടയിൽ പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിൽ അർജുൻ അറസ്റ്റിലായതോടെ ഉയർത്തിയ സംശയങ്ങളിലേക്കെല്ലാം വീണ്ടും ജനശ്രദ്ധ കടക്കുന്നു. കൊലപാതകമെന്ന സംശയം ബലപ്പെട്ടെന്നും സ്വർണ്ണക്കടത്തുകാരെ രക്ഷിക്കാൻ അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചെന്നും ബാലഭാസ്കറിന്റെ അച്ഛൻ ഉണ്ണി ഇന്നും ആരോപിക്കുന്നു. ആ നിയമ പോരാട്ടം ഇപ്പോഴും തുടരുമ്പോൾ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകളെയും സംശയത്തിൽ നിർത്തണോ? സത്യം ഇപ്പോഴും കാണാമറയത്താണോ? അപകട മരണമാണോ അതോ മാഫിയ നടത്തിയ ക്രൂര കൊലപാതകമോ? പരിശോധിക്കുന്നു ഈ 1 മണിക്കൂർ. സ്വാഗതം. നമുക്കൊപ്പം ചേരുന്നു പാനലിസ്റ്റ് റിട്ടയർഡ് SP ശ്രീ സക്രിയ ജോർജ്, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ KM ഷാജഹാൻ, ഈ അപകടത്തിന് സാക്ഷിയായിട്ടുള്ള കലാഭവൻ സോബി, ഒപ്പം ബാലഭാസ്കറിന്റെ സുഹൃത്ത് ജോയ് തമ്പലം കൂടി. ആദ്യം കലാഭവൻ സോബിയിലേക്ക്. സോബി, നേരത്തെ തന്നെ ഇത് കൊലപാതകമാണെന്ന് പലതവണ പറഞ്ഞിട്ടുള്ള ഒരാളാണ് നിങ്ങൾ. അതുമാത്രമല്ല, സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ട് ബന്ധമുണ്ട് എന്നും പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു അന്വേഷണ സംഘം ആ പറഞ്ഞത് മുഖവിലക്കെടുത്തില്ല എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളും വന്നിരുന്നു. ഇപ്പോൾ അർജുന്റെ അറസ്റ്റ് വരികയും വീണ്ടും ബാലഭാസ്കറിന്റെ അച്ഛൻ ഇത് സ്വർണ്ണക്കടത്ത് ലോബിയുടെ സ്വാധീനത്തിന് വഴങ്ങി ഈ അന്വേഷണം പോലും മറ്റൊരു വഴിയിലേക്ക് പോയി എന്ന് ആരോപിക്കുകയും ചെയ്യുമ്പോൾ സോബി പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു അർജുന്റെ അറസ്റ്റോടുകൂടി. അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും 6 വർഷം മുമ്പ് ഞാൻ എന്താണ് പറഞ്ഞത് അതിലേക്ക് തന്നെയാണ് ഇപ്പൊ കാര്യങ്ങൾ എത്തുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ജോയ് തമ്പലത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെരിന്തൽമണ്ണയിൽ ഇങ്ങനെ ഒരു സംഘത്തെ പിടികൂടി എന്ന് പറഞ്ഞപ്പോൾ ഈ അർജുൻ എന്ന് പറഞ്ഞ വ്യക്തി നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചു പോയതാണ്. പക്ഷെ നമ്മുടെ ഒന്നും മനസ്സിൽ അങ്ങനെ ഒരു ഐഡിയ വന്നില്ല. ജോയി ആണ് ഇതിന്റെ പുറകിൽ നിന്നിട്ട് ഈ കാര്യങ്ങൾ കണ്ടെത്തി ന്യൂസ് ആക്കിയത്. അതിന് ജോയി ബാലുവിന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. ആ പേരിലും ജോയിക്ക് ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. നമ്മള് 6 വർഷം മുമ്പ് നമ്മൾ കണ്ട ഒരു കാര്യമാണിത്. അത് എന്റെ കൺമുന്നിൽ കണ്ട കാര്യമാണ്. അതിന് ഇനി എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ഞാൻ കണ്ട കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഒരിക്കലും തയ്യാറല്ല. ഞാൻ ഇതിന് ക്രൈംബ്രാഞ്ചിനും CBIയുടെ 2 പതിപ്പിനും ഞാൻ ചെന്നിട്ടും മൊഴി കൊടുത്താണ്. നമ്മൾ ചെല്ലുമ്പോൾ അവര് വളരെ പ്രഹസനമാണ് നമ്മളെ കാണുന്നത്. അവർക്ക് എന്തോ ഒരു തമാശ കണക്കോ എന്തോ ആയിട്ടാണ് അവർ കാണുന്നത്.
ഞാൻ ഈ കോതമംഗലത്ത് നിന്ന് തിരുവനന്തപുരം വരെ എന്ന് പറയുമ്പോൾ 200 ചില്ലാൻ കിലോമീറ്റർ ഉണ്ട്. 46 പ്രാവശ്യമാണ് ബാലഭാസ്കറിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടതികളിലേക്കും ഇവരുടെ മൊഴി കൊടുക്കാനൊക്കെ ആയിട്ട് ഞാൻ പോണേ. എന്നെ ഇന്ന് വൈകുന്നേരം വിളിച്ചു പറഞ്ഞാൽ ഞാൻ രാവിലെ അവിടെ എത്താറുണ്ട്. എന്റെ ഒരു കാരണം കൊണ്ട് ഒരിക്കലും മാറിപ്പോരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ അവര് എന്താണ് ഈ കേസിൽ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. ഞാൻ അവിടെ കിടന്ന ടവർ ലൊക്കേഷൻ ഉണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവരുടെ കയ്യിലുണ്ട്. പിന്നെ എന്തുകൊണ്ട് തെളിയിച്ചില്ല? പിന്നെ ഈ കേസ് നടക്കുന്ന സമയത്ത് DRI എന്നെ വിളിപ്പിച്ചിട്ട് എനിക്ക് നോട്ടീസ് തന്നിട്ട് വരാൻ പറഞ്ഞു. എറണാകുളത്ത് ഓഫീസിൽ ചെന്നു. അപ്പൊ അവർ ചെന്നപ്പോ തന്നെ പറഞ്ഞു, ബാലഭാസ്കർ കേസുമായിട്ട് ബന്ധത്തിനല്ലാട്ട് വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിച്ചാന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുറെ ഫോട്ടോസ് കാണിച്ചു തന്നു. ഇവരിൽ ആരെങ്കിലും അവിടെ ഉണ്ടോന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ കുറെ ഫോട്ടോസ് നോക്കി കഴിഞ്ഞാൽ അതിൽ ഒരാള്, രണ്ടുപേരെ ഉണ്ടോന്ന് സംശയം പറഞ്ഞാൽ ഒരാള് ഞാൻ കോൺക്രീറ്റ് ആയിട്ട് അവിടെ കണ്ടാന്ന് പറഞ്ഞു. അവർ ഫോട്ടോ എടുത്ത് എന്നെ കൊണ്ട് ഒപ്പിടിക്കുകയൊക്കെ ചെയ്തു. ഈ വിവരം CBI-ക്കാരോട് പറഞ്ഞപ്പോ CBI-ക്കാർ അവരുടെ റിപ്പോർട്ട് മേടിച്ചു. പിന്നെ ചെന്നപ്പോ അവർ പറയണം ആ സമയത്ത് ആൾ അവിടെ ഇല്ല, ബാംഗ്ലൂരായിരുന്നു. അപ്പൊ DRI പറഞ്ഞ കാര്യത്തിൽ ഒരു നിലപാടെടുത്തു, CBI മറ്റൊരു നിലപാടെടുത്തു. എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഓക്കെ, ഞാൻ തിരികെ എത്താം. ജോയ് തമ്ലൻ തന്നെ നമുക്കൊപ്പമുണ്ട്. ശ്രീ KM ഷാജഹാനോട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ജോയ്, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ജോയ്, അർജുൻ സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലാകുന്നു. അത് ഈ അർജുൻ തന്നെയാണ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ബാലഭാസ്കറിന്റെ മരണത്തിനു ശേഷം നമ്മൾ തന്നെ ഇരുന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ വിഷയം പലതും മറച്ചു പിടിക്കപ്പെടുകയാണോ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ള സംശയമുണ്ടായിരുന്നു. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വിഷയമാണ് അർജുൻ ഇതേ കേസിൽ തന്നെ, സമാനമായിട്ടുള്ള ഒരു കേസിൽ തന്നെ അറസ്റ്റിലാകുന്നത്. എങ്ങനെയാണ് ജോയ്ക്ക് തോന്നിയത്? കുറിയേടത്തുമന അർജുൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഞാനത് മറക്കില്ല. അർജുന്റെ ചിത്രവും ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനെ പത്രങ്ങളിൽ വന്നപ്പോൾ എനിക്ക് സംശയം തോന്നി ഇത് അർജുൻ തന്നെയാണ്. അർജുന്റെ എന്റെ കൈവശമുള്ള ഫോട്ടോസുമായി താരതമ്യപ്പെടുത്തിയപ്പോൾ ഈ അർജുൻ തന്നെയാണ്, അഡ്രസ്സും കറക്റ്റാണ്. അങ്ങനെ ഞാനാണ് ആ വാർത്ത കൊടുക്കുന്നത്. അതിന്റെ കാരണം ഈ അർജുനെ ഇതുവരെ CBI-യോ ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ വേണ്ട വിധം ചോദ്യം ചെയ്തിട്ടില്ല. ഈ അപകടം നടക്കുന്നത് സെപ്റ്റംബർ 25 പുലർച്ചെ പള്ളിപ്പുറത്ത് ഈ അപകടം നടക്കുന്നത് എങ്ങനെയാണ്? അമിത വേഗത്തിൽ വടക്കുനാഥ ക്ഷേത്രത്തിൽ നിന്ന് വാഹനം ഓടിച്ച് തിരുവനന്തപുരത്തേക്ക് എന്തിന് ഇവർ പുറപ്പെട്ടു? അത് വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പ്രാപ്തരായ 2 പേർ ഇന്നിവിടെ ഉണ്ട്. ഒന്ന് ലക്ഷ്മി ബാലഭാസ്കർ, 2 ഈ അർജുൻ. ഈ 2 പേരെയും ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും സഹതാപത്തിന്റെ മൂടുപടം കൊണ്ട് മൂടി സംരക്ഷിച്ചു. സഹതാപം, ഒന്ന് ബാലഭാസ്കറിന്റെ വിധവ, ഇത്രയും സെലിബ്രിറ്റി ആയിരുന്ന ഒരാൾ, പിന്നെ 2 വയസ്സുള്ള മകൾ നഷ്ടപ്പെട്ടു പോയ അമ്മ, ഭർത്താവും മകളും നഷ്ടപ്പെട്ടു പോയ അമ്മയെ എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത്? അവരെ ഇങ്ങനെ ഹരാസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന ചിന്തയായിരുന്നു ലോക്കൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും. പിന്നെ CBI സംഘത്തിനും അത് തന്നെയായിരുന്നു അവരുടെ മനസ്സിൽ. അർജുനാണെങ്കിലോ പാവം നമ്പൂതിരി പയ്യൻ, അയാൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് പോലും ചെക്ക് ചെയ്യാതെയാണ് പോലീസ് അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത്. ഈ കാലം മാറി. ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ വാഹനാപകടം ഉണ്ടായാൽ പോലും ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യും, അയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും, അയാളെ നിരീക്ഷണത്തിലാക്കും. അങ്ങനെ കുറച്ച് നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കാറുണ്ട്, അതുപോലെ പോലീസ് സ്വീകരിക്കാറുണ്ട്. ഇതൊന്നും അർജുന്റെ കാര്യത്തിൽ നാളിതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അർജുൻ സമാനമായ ഒരു കേസിൽ, അർജുൻ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ തന്നെ വീണ്ടും പിടിയിലാകുമ്പോൾ ഈ അർജുനെ എന്തുകൊണ്ട് പോലീസ് ചോദ്യം ചെയ്യുന്നില്ല? നിങ്ങൾ ബാലഭാസ്കറിനെ കൊണ്ട് എന്തിനാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് അമിത വേഗത്തിൽ പോയത്? ബാലഭാസ്കറിനെ കാത്ത് തമ്പി എന്ന് പറയുന്ന ബാലഭാസ്കറിന്റെ മാനേജറും അതുപോലെ തന്നെ ലത എന്ന പൂന്തോട്ടം ആയുർവേദ റിസോർട്ടിന്റെ ഉടമ രവീന്ദ്രന്റെ ഭാര്യ ലതയുടെ മകനും എന്തുകൊണ്ട് ജനറൽ ഹോസ്പിറ്റൽ അനന്തപുരി അതുപോലെ എയർപോർട്ട് റോഡിൽ അവരുടെ ടവർ ലൊക്കേഷൻ കാണിച്ചു? അപ്പോൾ അവർ എയർപോർട്ടിൽ നിങ്ങളെ കാത്തു നിന്നിരുന്നോ? എയർപോർട്ടിൽ അന്ന് ഡ്യൂട്ടിക്കുണ്ടായിരുന്നത് ഇപ്പോൾ ഡിസ്മിസ് ചെയ്യപ്പെട്ട കസ്റ്റംസ് ഓഫീസറാണോ, രാധാകൃഷ്ണനാണോ? ഇതൊന്നും അന്വേഷിക്കാൻ പോലീസിന്റെ സാമാന്യ ബുദ്ധിക്ക് പോലും തോന്നിയില്ല എന്ന് പറയുമ്പോൾ ഇത് അന്വേഷണത്തിൽ വന്ന വലിയ വീഴ്ചയാണ്. ഈ 2-3 ചോദ്യങ്ങളെങ്കിലും അർജുനെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണ സംഘം ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന തോന്നലിൽ നിന്നാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നതും ഇപ്പോൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നതും. മുമ്പ് അപർണയ്ക്ക് കൃത്യമായി അറിയാമല്ലോ, നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളെന്ന് മേനി നടിച്ച് നടന്ന ആളുകൾ, ബാലഭാസ്കറിനെ കൊണ്ടാടിയ ആളുകൾ, അവരൊക്കെ നമ്മുടെ വാർത്തക്കെതിരെയും നമുക്കെതിരെയും ഒരുപാട് ആരോപണം ഉന്നയിച്ചിരുന്നു. ഇവരാണ് ഇതൊക്കെ കുത്തിപ്പൊക്കുന്നതെന്ന്. ഇതേ കാര്യം തന്നെ CBI-യുടെ അനന്തകൃഷ്ണൻ DYSP ആയിരുന്ന അദ്ദേഹവും എന്നോട് ചോദിച്ചു. എല്ലാവരും പറയുന്നത് ജോയിയാണ് ഇതിന്റെ പിന്നിൽ. പക്ഷെ ജോയിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഒന്നും ഇത് കാണുന്നില്ല. പക്ഷെ ഇപ്പോ അത് പറയാൻ സമയമായിരിക്കുന്നു. കാരണം ബാലഭാസ്കർ മരിച്ചിട്ട് 6 വർഷം കഴിയുന്നു. ഇതുവരെ ബാലഭാസ്കറിന്റെ മരണം എങ്ങനെ സംഭവിച്ചു,
അപകടം ഒറിജിനൽ ആണെന്ന് വരുത്തി തീർത്തോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചോട്ടെ. പക്ഷെ അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്? ഈ അർജുൻ എങ്ങനെ ബാലഭാസ്കറിന്റെ ഡ്രൈവറായി? അർജുൻ എവിടെ നിന്ന് വരുന്നു? അർജുന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അർജുന് വിഷ്ണു എന്ന് പറയുന്ന സ്റ്റാർ ഹോംസിൽ ജോലിയുള്ള വിഷ്ണു പലതവണ ദുബായിൽ പോയി വരികയും സ്വർണം കടത്തുകയും ചെയ്തു എന്ന് DRI കണ്ടെത്തിയ വിഷ്ണുവിന്റെ കൂടെയായിരുന്നു അർജുൻ ജോലി ചെയ്തിരുന്നത്. വിഷ്ണുവാണ് അർജുനെ ബാലഭാസ്കറിന്റെ ഡ്രൈവറായി അന്നേ ദിവസം നിയോഗിക്കുന്നത്. അപ്പോൾ എന്തോ കണക്കുകൂട്ടൽ ഇവർക്കുണ്ടായിരുന്നില്ലേ എന്ന് ന്യായമായ സംശയം ഉണ്ടാകില്ലേ? ആ ന്യായമായ സംശയം എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ചിനുണ്ടായില്ല? എന്തുകൊണ്ട് CBIക്ക് ഉണ്ടാകുന്നില്ല? അവിടെയാണ് ജോയ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഈ ചർച്ച ചെയ്ത സമയത്ത് ആ ജോയ്ക്കടക്കം ഉണ്ടായിട്ടുള്ള ഭീഷണിയൊക്കെ അത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും ഈ അർജുന്റെ വിഷയം വരുമ്പോൾ അർജുനെ പോലീസ് പോയി പിടിക്കുന്നതല്ല, അത് അവർ വന്ന് വീഴുന്നതാണ്. അതായത് സ്വർണ്ണക്കടത്തുമായിട്ട് അന്നും ബന്ധമുണ്ട്, ഇപ്പോഴും ബന്ധമുണ്ട്, എല്ലാ സമയത്തും സ്വർണ്ണക്കടത്തുമായിട്ട് അർജുന് ബന്ധമുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു സൂചന ഇതിനകത്ത് വരുന്നു. അതോടൊപ്പം തന്നെ ഈ പൂന്തോട്ടം ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അതും അന്ന് ജോയ് ഉന്നയിച്ചൊരു വിഷയമാണ്. ആ ആശുപത്രിക്കാരുടെ ശുപാർശ ഉണ്ടായിരുന്നു അർജുൻ വളയം പിടിക്കാൻ, അത് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്നുള്ള കാര്യം നിൽക്കുന്നു. ഈ കേസ് ഈ ലത, അതായത് ഡോക്ടർ രവീന്ദ്രന്റെ ഭാര്യയാണ് ലത. ലതയുടെ സഹോദരൻ നാരായണന്റെ മകനാണ് അർജുൻ. അർജുൻ ATM തെഫ്റ്റ് റോബറി കേസിലെ പ്രതിയാണ്, അതുപോലെ ഒരു കഞ്ചാവ് കേസിലെ പ്രതിയാണ്. അവനെ നല്ല നടപ്പ് ശീലിപ്പിക്കാൻ വേണ്ടിയാണ് ബാലഭാസ്കർ മുഖാന്തരം വിഷ്ണുവിന്റെ കമ്പനിയിൽ ജോലിക്ക് കൊടുക്കുന്നത്. വിഷ്ണു ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ജോലിക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ അർജുന്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് വിഷ്ണുവിനറിയാം, ബാലഭാസ്കറിനറിയാം, ലതയ്ക്കും അറിയാം. എന്നിട്ട് അന്നേ ദിവസം ബാലഭാസ്കർ അപകടത്തിൽപ്പെടുന്ന ആ രാത്രി ലത ഉറക്കമൊഴിച്ചിരുന്ന് എന്തുകൊണ്ട് ബാലഭാസ്കറിന്റെ മൊബൈലിൽ തൊരുതുരാ വിളിച്ചു? എന്തുകൊണ്ട് അവരുടെ മകനെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു? ബാലഭാസ്കർ എത്തിയോ 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 എന്നറിയാൻ വിളിച്ചുകൊണ്ടിരുന്നു. അപകടം നടന്നതിന് ശേഷം അവരുടെ ഫോൺ കോൾ ബാലഭാസ്കറിന്റെ മൊബൈലിൽ വന്നിട്ടുണ്ട്. അപ്പോ അവരെല്ലാവരും കാത്തിരുന്നു, എന്തോ ഒരു സംഭവം നടക്കാനിരിക്കുന്നു, എന്തോ ഒരു പരിപാടിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടിയാണ് ബാലഭാസ്കറിനെ ഇവർ കൊണ്ടുപോകുന്നത് എന്ന് ലതയ്ക്കറിയാമായിരുന്നു, തമ്പിക്കറിയാമായിരുന്നു, ലതയുടെ മകനും അറിയാമായിരുന്നു, വിഷ്ണുവിനും അറിയാമായിരുന്നു. ഇതൊക്കെ ഒരുപക്ഷെ മാഞ്ഞു പോയേനെ. തമ്പിയും വിഷ്ണുവും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അറസ്റ്റിലായില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും പുറത്തു വരില്ല. ഒരു സ്വാഭാവികമായ അപകടമായി ഇത് തള്ളിപ്പോയേനെ. പക്ഷേ ഈ സത്യം ഈ സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെച്ചാലും എപ്പോഴെങ്കിലും പുറത്തു വരുമല്ലോ. അതുകൊണ്ടാണ് വീണ്ടും അർജുനൻ പോലീസ് കസ്റ്റഡിയിലാകുന്നത്. അതേ സമാനമായ ഒരു കേസിൽ, സ്വർണം പിടിച്ചുപറി കേസിൽ. അത് നിസ്സാര സ്വർണമല്ല, 1 കിലോയിലധികം സ്വർണ്ണമുണ്ട്. അതുപോലെ തന്നെ 32 ലക്ഷത്തിലധികം രൂപയും പിടിച്ചുപറിച്ച കേസിലാണ് അർജുൻ അറസ്റ്റിലാകുന്നത്. അർജുന്റെ വീട് ശരിക്കും തൃശ്ശൂരാണ്, പക്ഷേ അർജുൻ ചെർപ്പളശ്ശേരി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ചെർപ്പളശ്ശേരിയിലാണ് ഈ പൂന്തോട്ടം എന്ന ആയുർവേദ റിസോർട്ട് ഉള്ളത്. അപ്പൊ പൂന്തോട്ടം ആയുർവേദ റിസോർട്ട് ഇപ്പോഴും പ്രതിസ്ഥാനത്ത് തന്നെയാണ്. അവരുടെ ബിസിനസ് ലീഗലല്ല, ഇല്ലീഗലായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. പല ഇല്ലീഗൽ ഇൻവെസ്റ്റ്മെന്റും അവിടെയുണ്ട്. ഒരുപക്ഷെ ബാലഭാസ്കറിന്റെ തന്നെ വളരെ വൻ തുക, അതൊന്നും കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നില്ല. ഇവൻ ബാലഭാസ്കറിന്റെ പിതാവാകട്ടെ, ബാലഭാസ്കറിന്റെ അർദ്ധ സഹോദരിയായ പ്രിയയാകട്ടെ, അവരൊക്കെ ആരോപിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ല അവരുടെ ആരോപണം പോകുന്നത്. അവർക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ പോയി അറസ്റ്റ് ചെയ്യൂ, ഈ വ്യക്തിയാണ് ഇതിന്റെ പിന്നിൽ, ആ വ്യക്തിയാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് നാളിതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് CBIക്ക് സംശയം, അവരുമായി ഇതെങ്ങനെ കണക്ട് ചെയ്യും എന്ന് ചോദിച്ചിട്ടാണ് CBI ഒക്കെ കൈമലർത്തുന്നത്. അതായത് ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് അവർക്ക് ഉപദേശം കിട്ടും. ഇന്ന ആളാണ് ഇതിന്റെ പ്രതി, എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ ബാലഭാസ്കറിന്റെ പൊതുദർശനം വെച്ചു, എന്തുകൊണ്ട് ആ ആൾ, ഈ പ്രത്യേക ഒരാൾ വന്ന് ഇതിന് മുന്നിൽ നിന്നു. ഈ സംശയങ്ങൾ വെച്ചിട്ടാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നത്. അതല്ല, ഈ കേസിന്റെ മെരിറ്റ് നോക്കി ഈ കേസിൽ ജനുവിനായിട്ട് എന്താണ് അന്വേഷിക്കേണ്ടത് അതാണ് അവരും പറയേണ്ടത്. തീർച്ചയായിട്ടും ജോയ്, ഞാൻ ആ പോയിന്റുകളിലേക്ക് വരാം. ബാലഭാസ്കറിന്റെ സുഹൃത്തു കൂടിയായിരുന്ന ജോയ് തമലമാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ പറഞ്ഞത്. ശ്രീ KM ഷാജഹാൻ, ഈ ജോയ് നേരത്തെ ഇതും പറഞ്ഞ വിഷയമാണ്. അപ്പോഴൊക്കെ ഈ അന്വേഷണം നടക്കുമ്പോൾ പോലീസ് ഇതൊന്നും അന്വേഷിച്ചില്ല എന്ന് പറയുന്നത് CBI കൊടുത്തിരിക്കുന്ന 2 അന്വേഷണ റിപ്പോർട്ടാണ്. ഈ 2 അന്വേഷണ റിപ്പോർട്ടിനകത്ത് DRI കണ്ടെത്തുകയാണ് ഒരാള് ബാലഭാസ്കറിന്റെ സുഹൃത്തായിട്ടുള്ള വിഷ്ണു സോമസുന്ദരം സ്വർണ്ണക്കടത്ത് ഏകോപിപ്പിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിട്ട് പോലും ഇതിന് അപ്പുറത്തേക്കൊന്നും പോകുന്നില്ല. വിഷ്ണുവിനെ നുണ പരിശോധന നടത്തി ഈ ആരോപണങ്ങളൊക്കെ തെറ്റാണെന്ന് കണ്ടെത്തുക. അതല്ലാതെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടോ, അർജുൻ ഇത്രയേറെ ക്രിമിനൽ കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ള അർജുൻ്റെ ഇടപെടലുകൾ, അർജുൻ്റെ പഴയകാല ബാക്ക്ഗ്രൗണ്ട്, അർജുൻ കൊടുത്ത മൊഴികളിലെ വൈരുദ്ധ്യം, ഇതൊന്നും
ഇതൊന്നും അന്വേഷിക്കാതിരുന്നത് സംസ്ഥാന പോലീസ് മാത്രമല്ല CBI കൂടിയാണ്. അത്രയും അങ്ങനെ സ്വാധീനപ്പെടുമോ? അത്രയും സ്വാധീനമുണ്ടാകുമോ? ആ ഒരു ആരോപണം ബാലഭാസ്കറിന്റെ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോഴാണ് ഇത്രയും അന്വേഷണ ഏജൻസികളെല്ലാം ഒരേ തീരുമാനത്തിലേക്ക്, ഒരേ നിഗമനത്തിലേക്ക് എങ്ങനെ എത്തും എന്ന് ചോദിക്കേണ്ടി വരുന്നത്. അല്ല പറഞ്ഞ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് പിന്നെ ഈ പറഞ്ഞ പോലെ ആഴത്തിൽ പരിശോധിച്ചുകൊണ്ടിരുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് പരിശോധിക്കാനുള്ള കാരണം കേരള ഹൈക്കോടതിയിൽ നിന്ന് ന്യായാധിപനായിട്ടുള്ള ബെച്ചു കുര്യൻ തോമസിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് ഇതിൽ വന്നിരുന്നു. ആ ജഡ്ജ്മെൻറ്റ് എടുത്തപ്പോഴാണ് ഇതിൻ്റെ ഒരു ആഴം എത്രയാണ് എന്നുള്ളത് എനിക്ക് ബോധ്യമായത്. അതിനെ തുടർന്ന് ഞാൻ ആ ജഡ്ജ്മെൻറ്റിൻ്റെ അടിസ്ഥാനപ്പെടുത്തി പ്രതിപക്ഷം എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഞാൻ ഇന്നെടുത്ത് നോക്കുമായിരുന്നു. ഇന്ന് ഞാനെടുത്ത് നോക്കിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇപ്പം അപർണ പറഞ്ഞതിൽ നിന്നും ഈ ജോയ് തമലം പറഞ്ഞതിൽ നിന്നും CBI രണ്ടാമത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ആ വിധിന്യായത്തിൽ ബെച്ചു കുര്യൻ തോമസ് എന്ന് പറയുന്ന ന്യായാധിപൻ CBIയോട് പുനരന്വേഷണത്തിന് ആവശ്യപ്പെടാൻ 20 കാരണങ്ങൾ പറഞ്ഞിരുന്നു. 20 കാരണങ്ങൾ. അപ്പം ആ കാരണങ്ങളും കൂടി പരിശോധിച്ചുകൊണ്ട് രണ്ടാമത് റിപ്പോർട്ട് വന്നോ എന്നെനിക്കറിയില്ല. എന്തായാലും ആ 20 കാരണങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് ഞാനന്ന് പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ ഞാനന്നൊരു വീഡിയോ ചെയ്തത്. അതിൽ പറയുന്ന കഥാപാത്രങ്ങളെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ശ്രീമാൻ ജോയ് തമലം ഇവിടെ വിശദമായി പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ജോയ് തമലം പറയുമ്പോഴത്തേക്ക് 2-3 പേരുകൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഒന്ന് ലത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വനിത. അതെ, അവർ ഈ പറഞ്ഞത് ജോയ് തമലം പറഞ്ഞതുപോലെ നിരന്തരം പിന്നെ ബാലഭാസ്കറിൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞിട്ടും വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവരാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരം അവരുടെ മകൻ എന്തോ ജിഷ്ണു എന്ന് പറഞ്ഞിട്ടൊരു ചെറുപ്പക്കാരൻ അയാളെ അറിയിക്കുകയും ഇതിനകത്ത് സജീവമായി ഇടപെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ 20 കാരണങ്ങളിൽ ഏറ്റവും കൂടുതൽ മുഴച്ചു നിന്നതായിട്ടുള്ള ഒരു പേരായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത് ഈ ജോയ് തമൽ ഇപ്പോൾ പറഞ്ഞ പ്രകാശൻ തമ്പി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. ആ പ്രകാശൻ തമ്പി എന്ന് പറഞ്ഞ ആളും സോമസുന്ദരൻ എന്ന് പറഞ്ഞ ഒരാളും ഇതുപോലെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ കോഫെ-പോസ അടിസ്ഥാനത്തിൽ കിടന്നിട്ടുണ്ട് എന്നുള്ളത് അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രകാശൻ തമ്പി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ കാര്യം കംപ്ലീറ്റായിട്ട് ആദ്യാവസാനം മാസ്റ്റർ മൈൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇപ്പം ആ വീഡിയോ ഒന്നുകൂടെ കാണുകയും ഈ ജോയ് തമലം പറഞ്ഞതിൽ നിന്നും എനിക്ക് വളരെ ക്ലിയറാണ്. കാരണം ഈ പ്രകാശൻ തമ്പി അതിനകത്ത് ഓരോ ഘട്ടത്തിലും നടത്തിയിട്ടുള്ള ഇടപെടലുണ്ട്. ഈ പ്രകാശൻ തമ്പിയാണ് ഞാനിപ്പോൾ ഓർക്കുന്നു, പിന്നെ കണിയാപുരം അവിടെ കണ്ടുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇത് അപകടം നടന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ബാലഭാസ്കറിൻ്റെ മൊബൈൽ ഫോണും അയാളുടെ വാലറ്റും അയാളുടെ കാറിൻ്റെ കീയും അവിടെ മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ പോയി ഇയാളും ഒരു വനിതയും കൂടെ ചെന്ന് മേടിക്കുകയാണ്. മേടിക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്താണ്? മേടിക്കുമ്പം അതിനുള്ള അക്നോളജ്മെൻറ്റ് പോലും പിന്നെ അവിടെ നിന്ന് കൊടുക്കുന്നില്ല. എന്ന് മാത്രമല്ല ഈ തൊണ്ടി മുതലുകൾ ഒരു ഉളുപ്പുമില്ലാതെ പോലീസുകാർ ഇയാളെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് അയാൾ പോവുകയാണ്. പോയതിന് ശേഷം 1-2 വർഷം കഴിഞ്ഞിട്ട് അയാളുടെ പൂജാമുറിയിൽ നിന്ന് ഈ ബാലഭാസ്കറുടെ 2 മൊബൈൽ ഫോണുകൾ കണ്ടുപിടിക്കപ്പെടുകയാണ്. അതുകൂടാതെ ഈ മൊബൈൽ ഫോൺ മംഗലപുരം പോലീസ് സ്റ്റേഷൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് ഈ മൊബൈൽ ഫോണിലേക്ക് പിന്നെ കോള് വന്നിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ ഇതിന് എന്ന് മാത്രമല്ല ഈ ബാലഭാസ്കറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആണ് ഈ ഉത്രാടം തിരുനാൾ ആശുപത്രിയിലെ ഡയറക്ടറായിരുന്ന എന്തോ ഒരു അനൂപ് എന്നോ അങ്ങോട്ട് പറഞ്ഞു ഡോക്ടർ. ആ ഡോക്ടർ കൊടുത്ത മെഡിക്കൽ അഡ്വൈസിന് വിരുദ്ധമായി പ്രകാശൻ തമ്പി സ്വകാര്യ ആശുപത്രി, ഞാനത് പേര് പറയുന്നില്ല, സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. എന്ന് മാത്രമല്ല അവിടുന്ന് ബാലഭാസ്കറിൻ്റെ വിരലടയാളം എടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് ഉറപ്പാകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രകാശൻ തമ്പി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ലത എന്ന് പറഞ്ഞ സ്ത്രീക്കും ഇതിനകത്ത് കൃത്യമായി പങ്കുണ്ട്. അവരുടെ മകനാണ് ജിഷ്ണു എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരൻ, കൃത്യമായിട്ട് പങ്കുണ്ട്. ആ 20 പിന്നെ ബെച്ചു കുര്യൻ തോമസ് പറഞ്ഞിട്ടുള്ള ആ 20 കാരണങ്ങളിൽ ഈ അർജുനെക്കുറിച്ചിട്ട് പരാമർശമുണ്ട്. 18-ാമത്തെ 19-ാമത്തെ കാരണമായിട്ട് പറയുന്നത് ഇയാളാണ് വണ്ടി ഒന്ന് ഓടിച്ചിരുന്നത്. 94 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി ഓടിച്ചിരുന്നത്. അയാൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്ന ബാലഭാസ്കറിൻ്റെ ഭാര്യയ്ക്ക് വലിയ തോതിൽ പരിക്കുണ്ടായി. പക്ഷേ ഇയാൾ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതിൽ നിന്ന് വളരെ കൃത്യമായി ഇപ്പം ഈ ജോയ് തമൽ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞതിൽ നിന്നും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ അർജുനും ഈ പ്രകാശൻ തമ്പിയും ഈ ലതയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പ്ലോട്ടായിരുന്നു ഇത് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. അതിൽ
ബാലഭാസ്കറിനെ കൊണ്ടുപോയി പെടുത്തുകയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ അത്ഭുതകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് ഇത് പോകുന്നു. ഇപ്പം ഈ പറയുന്നതനുസരിച്ച് 2 തവണ CBI അന്വേഷിച്ചിട്ടും ഇതിനകത്തൊന്നും കണ്ടുപിടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിലുള്ള ഉന്നതമായിട്ടുള്ള മാഫിയ ബന്ധത്തിൻ്റെ ആഴം എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇതിനകത്തൂടെ പുറത്തു വരികയാണ് ചെയ്യുന്നത് എന്നാണ് പ്രാഥമികമായി എനിക്ക് അതിനെക്കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. റിട്ടയർഡ് SP ശ്രീ സക്രിയ ജോർജ് കൂടി നമുക്കൊപ്പം. ശ്രീ സക്രിയ ജോർജ്, സോബി ജോർജ് നമുക്കൊപ്പം ഉണ്ട്. ബാലഭാസ്കറുടെ വാഹനം ആക്രമിക്കുന്ന ചിലരെ കണ്ടു. അത് മൊഴി നൽകിയ ഒരാൾ കൂടിയാണ്. സോബിയുടെ മൊഴി വിശ്വസിച്ചില്ല അന്വേഷണ സംഘങ്ങളൊന്നും. പക്ഷേ CBIയും ഈ പറഞ്ഞ പ്രകാശ് തമ്പിയുടെയും വിഷ്ണുവിൻ്റെയും ഒക്കെ മൊഴികളാണ് വിശ്വസിച്ചത്. നുണ പരിശോധന നടത്തി ഈ ആരോപണങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുകയും ചെയ്തു. കേസ് അന്വേഷിച്ച എല്ലാ അന്വേഷണ ഏജൻസികളും അങ്ങനെ ഒരേ നിഗമനത്തിലെത്തണമെങ്കിൽ ചെറിയ സ്വാധീനമല്ല ഉണ്ടാവുക. ഒന്നുകിൽ അങ്ങനെ സ്വാധീനപ്പെട്ടു, അതല്ലെങ്കിൽ അവരുടെ നിഗമനങ്ങൾ ശരിയാണ്. ഇത് രണ്ടിലേതെങ്കിലും ഒരർത്ഥമല്ല എടുക്കാൻ കഴിയുകയുള്ളൂ. ബാലഭാസ്കറുടെ അച്ഛൻ പറയുന്നത് തീർത്തും വൈകാരികമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് എന്ന് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ താങ്കൾ അത് വിചാരിക്കുന്നുണ്ടോ? ഈ ശ്രീ ബാലഭാസ്കറിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ അനുഗ്രഹീതമായ ഒരു കലാകാരനായിരുന്നു. വളരെ മാന്യമായ സ്വഭാവത്തിൻ്റെ ഉടമയുമായിരുന്നു. ഞങ്ങളുടെ പോലീസിൻ്റെ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനിൽ അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ടാലൻ്റ് എന്താണെന്ന് കണ്ടിരുന്നു. എനിക്കും വളരെയധികം റെസ്പെക്റ്റ് അദ്ദേഹത്തോട് തോന്നി. ഞാൻ ഈ കേസിന് ശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛന് ശ്രീ KC ഉണ്ണി സാറുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. എനിക്ക് തീർത്തും അറിയാം ഉണ്ണി സാറ് വളരെ ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. ആ ഫാമിലിയെ അങ്ങനെ പോലീസ് സംരക്ഷിക്കേണ്ട കാര്യമില്ല. പോലീസ് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ശ്രീ KC ഉണ്ണി, ഇപ്പം ബാലഭാസ്കർ ഇല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കൂടുതൽ വില കൊടുക്കണം. കുറ്റവാളികളും സ്വർണ്ണക്കടത്തും സംശയപ്പെടുന്ന ആൾക്കാരെ മടിയിലിരുത്തി താരാട്ട് പാടുന്നതിന് പകരം ആ വിക്ടിമിനോടാണ് നീതി കാണിക്കേണ്ടത്. വിക്ടിം ഓറിയന്റഡ് ജസ്റ്റിസ് അതിവിടെ ഇല്ലാതെ പോയി എന്ന് പറയുന്നത് ദുഃഖകരമാണ്. ഇപ്പോൾ CBI ആയിക്കോട്ടെ, കേരള പോലീസ് ആയിക്കോട്ടെ, ക്രൈംബ്രാഞ്ച് ആര് ചെയ്താലും നമുക്കിതിനകത്ത് വേണ്ടുന്നത് വിക്ടിം ഓറിയന്റഡ് ജസ്റ്റിസ് ആണ്. അപ്പോൾ ദേവൻ രാമേന്ദ്രൻ സാറിൻ്റെ തോമസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. അതിനകത്ത് പറയുന്ന ദ victim's family has a right to know about her case and it is a part of the investigation, preparation, prosecution. ഇതിനകത്ത് എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ ഏറ്റവും ദുഃഖകരം എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ചും ചെയ്യില്ല, CBIയും ചെയ്യില്ല, ലോക്കൽ പോലീസും ഈ ഇരയുടെ വീട്ടുകാരെ ഏറെക്കുറെയൊക്കെ ശത്രുക്കളെ പോലാണ് കാണുന്നത്. അല്ലെ അവർക്ക് രാഷ്ട്രീയ ബന്ധം വേണം, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വേണം, അല്ലെങ്കിൽ സമ്പന്നരായിരിക്കണം, അതുപോലെ ഇൻഫ്ലുവൻഷ്യലാണ് എങ്കിൽ അവരോട് വളരെ സ്നേഹമാണ്. ഇത് ഏറ്റവും നമുക്ക് നിരാശകരമായ കാര്യം എന്ന് പറയുന്നത് സർക്കുലർ നമ്പർ 83/1968 10/4/68 ഇഷ്യൂ ചെയ്ത പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറക്കിയ ഒരു സർക്കുലറാണ്. വെൻ എവർ ദ പോലീസ് ഡിറ്റക്ട് കേസസ് ഓഫ് സ്മഗ്ലിംഗ് അണ്ടർ കസ്റ്റംസ് ആക്ട്, particulars of the cases in performa shall be given to the CBI headquarters. ഇത് ഒരു കേസിൽ പോലും കൊടുക്കുന്നില്ല. ഇവിടെ എല്ലാം അറിയാമല്ലോ, നമുക്കറിയാം തിരുവനന്തപുരം എയർപോർട്ടിലെ കള്ളക്കടത്ത് കേസ് ഉണ്ടായിരുന്നു. ഇനി ഇതുവരെ 36 കിലോയെ കിട്ടിയിട്ടുള്ളൂ. ഇനി 130 കിലോയുടെ കിട്ടാനുണ്ട്. കസ്റ്റംസ് കൊടുത്ത ചാർജ് ഷീറ്റിനകത്തും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കാൻ നോക്കിയിട്ടില്ല. അതിൽപ്പെട്ട UAE എന്നുള്ള കോൺസുലേറ്റിൽ നിന്നുള്ളവരെ അവരെല്ലാം രക്ഷപ്പെട്ടു പോയി. അപ്പൊ ഈ കസ്റ്റംസിന് വലുതായിട്ടൊന്നും ഈ പറയുന്ന എക്സ്ട്രഡിക്ഷൻ ഒന്നും പറ്റത്തില്ല. അത് CBI തന്നെ പറ്റുള്ളൂ. ആ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനകത്ത് CBI വരാൻ വന്നപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് തടഞ്ഞു. എന്തിനു നമ്മൾ ഇവരെ തടയണം? CBI എങ്കിൽ CBI ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ഏജൻസി, അല്ലെങ്കിൽ ഇരയുടെ കുടുംബത്തിന് വിശ്വാസമുള്ള ഒരു വ്യക്തി, എന്തിനാണ് ഈ സർക്കാർ ഇതിനെയൊക്കെ തടയുന്നത്? അപ്പം തീർച്ചയായിട്ടും നമുക്ക് സംശയം വരും അവർക്ക് എന്തൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ്. ആ ഇൻട്രസ്റ്റ് ആണ് ഇവിടുത്തെ കേസിൻ്റെയും നമ്മുടെ റൂൾ ഓഫ് ലോയ്ക്കും എല്ലാം വിഘ്നം വരുത്തുന്നത്. ഇത് മാറിയേ പറ്റുള്ളൂ. നമ്മൾ എന്തിനാണ് ഈ പ്രതികളോട് ഇവർക്ക് ഇത്ര സ്നേഹം? ആ പ്രതികളോടുള്ള സ്നേഹം, അതായത് നമ്മളിപ്പം കണ്ടു ഇലക്ഷൻ നടന്നു 3 എത്രമാത്രം കാശാണ് ചിലവാക്കിയത്. ഈ പറയുന്ന സ്ഥാനാർത്ഥികൾക്കെല്ലാം ഇത്രയ്ക്ക് സമ്പത്തുണ്ടോ? അവർക്ക് ഇതുപോലെ കോടികൾ വാരി ചെലവാക്കാൻ? സുപ്രീം കോടതി WPC നമ്പർ 24/995 അതിൽ ഏപ്രിൽ
തൊണ്ണൂറ്റാറിൽ ഒരു വിധി ഇട്ടു. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ദെയർ കോസ്റ്റ് ഫോർ ദെയർ പവർ spent more than 1,000 crore of rupees on the general election, parliament alone. Yet nobody accounts for the bulk of the money so spent, and there is no accountability anywhere. Nobody discloses the source of the money. ഇതെല്ലാം അധോലോകത്തിന്റെ ഒക്കെ പണമാണ്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും ഈ പറയുന്ന കള്ളക്കടത്തിന്റെ പുറത്തുള്ളതെല്ലാം CBI അന്വേഷിക്കണം. കാരണം CBI അന്വേഷിച്ചാല് വിദേശത്ത് പോയി എവിടുന്ന സ്വർണം വരുന്നത് അത് കണ്ടുപിടിച്ച് കൊണ്ടുവരണം. ഇപ്പം ചെയ്യുന്ന എന്താണ്, കേരള പോലീസ് അന്വേഷിച്ച് എന്തെങ്കിലും ഒരു ചാർജ് കൊടുക്കും. നമുക്കറിയാം, കഞ്ചാവ് പിടിക്കുമ്പോൾ 10 ബീഡി പിടിച്ചവനെ പിടിക്കുന്നുണ്ട്. CBI അന്വേഷിച്ചിട്ടും ഇതാണല്ലോ, അതാണ് അതിന്റെ ചോദ്യം. അല്ല, അതിനൊരു കാര്യമുണ്ട്. ഈ ഡേ 1 മുതലേ കേരള പോലീസും ക്രൈംബ്രാഞ്ചും എല്ലാം നശിപ്പിച്ചു വെച്ചു. വരുമ്പോ ഇവര് CD ഫയലെല്ലാം നോക്കി അവർക്ക് ഒരു പ്രോപ്പർ വ്യൂയിലേക്ക് വരാൻ പറ്റുന്നില്ല. അതിന് നല്ല ഉദ്യോഗസ്ഥന്മാരെ വെക്കണം. ഇപ്പം നമ്മുടെ ഉണ്ണിസാർ പറയുന്നത് കേട്ടു, അന്തരീക്ഷം എന്ന് പറഞ്ഞൊരു DYSP സാധിച്ചു. പിന്നെ വണ്ടി വളരെ സ്പീഡിലാണ്. ഒരാളെ കൊല്ലണമെങ്കിൽ കാറിനകത്ത് വെച്ച് ഇടിച്ചു കൊല്ലണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്പീഡിൽ പോകും. ഒച്ച കഴിയുന്ന പോലെ പോയാൽ ഒരാളെ കൊല്ലാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ സ്പീഡിൽ തന്നെ പോകും. ഇടിച്ചു കൊല്ലുന്നത് അതിലെനിക്ക് ചെറിയൊരു സംശയം. ഞാൻ ജോയിലേക്ക് ഇടവേളയ്ക്ക് പോകുന്നുണ്ട്. ജോയ്, CBIക്ക് അന്വേഷിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് കുഴച്ചു മറിച്ച് വെച്ചിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇത്തരം എവിഡൻസുകളുടെ ഒരു ദൗർബല്യമാണ് CBIയെ ബുദ്ധിമുട്ടിലാക്കിയത്, അങ്ങനെ തോന്നുന്നുണ്ടോ? നേരത്തെ ജോയ് തന്നെ ഈ കേസുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പല വിഷയങ്ങളും CBIയും തൊട്ടിട്ട് പോലുമില്ല എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും തെളിവുകൾ പ്രത്യക്ഷത്തിൽ തന്നെ ധാരാളമുണ്ട്. ഇപ്പം പ്രകാശൻ തമ്പി, ജിഷ്ണു എന്നിവരുടെ ടവർ ലൊക്കേഷൻ പോലീസ് തന്നെ പറയുന്നു. സൈബർ സെല്ല് കൊടുക്കുന്നു. അവർ ജനറൽ ഹോസ്പിറ്റൽ അനന്തപുരി എയർപോർട്ട് റോഡിലാണ് അവരുണ്ടായിരുന്നത്, പള്ളിപ്പുറത്തല്ല എന്ന് പറയുന്നു. അപ്പൊ തന്നെ അറിയില്ലേ, പള്ളിപ്പുറത്തുനിന്ന് ബാലഭാസ്കറിന്റെ വണ്ടി സഞ്ചരിച്ചിരുന്നത് എയർപോർട്ടിലേക്കാണ്. എയർപോർട്ടിൽ നിന്ന് ഡ്യൂട്ടിക്കുണ്ടായിരുന്ന കസ്റ്റംസ് ഓഫീസർ ആരാ? ഇവിടെ ഇങ്ങോട്ടൊന്നും കണ്ണ് തുറന്ന് നോക്കിയിട്ട് പോലുമില്ല. ഈ തെളിവുകൾ പ്രത്യക്ഷത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ പോലും ഇതൊന്ന് കണ്ട ഭാവം പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ നടിച്ചില്ല, അത് കാണിച്ചില്ല. അന്വേഷണം കൃത്യമായി ഇതിനു മുന്നേ തന്നെ ബാലഭാസ്കറിന്റെ യാത്രാ ഉദ്ദേശം പെട്ടെന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് അർദ്ധരാത്രി തീരുമാനിക്കുന്നു, വളരെ വേഗം തിരുവനന്തപുരത്ത് പോകണം. എന്തിന്? ഒരു സിനിമാ കഥ പറയുന്നു. ആ സിനിമയുമായി ബന്ധപ്പെട്ട് ബാലഭാസ്കർ പ്രൊഡക്ഷനിൽ അങ്ങനെ സഹകരിച്ചല്ല. പോസ്റ്റ് പ്രൊഡക്ഷനിൽ ബാലഭാസ്കറിന്റെ ആവശ്യമേ വരുന്നില്ല. ബാലഭാസ്കർ അതിനകത്ത് സംഗീതം നൽകിയിട്ടുണ്ട്, ബാലഭാസ്കർ അതിനകത്ത് അഭിനയിച്ചിട്ടുമുണ്ട്, അത് വാസ്തവം. പക്ഷേ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ബാലഭാസ്കറിന്റെ സാന്നിധ്യം ആവശ്യമില്ല. അങ്ങനെ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് ബാലഭാസ്കർ വലിഞ്ഞു കയറി പോകില്ല. അതുപോലെ അക്ഷയ് വർമ്മ ബാലഭാസ്കറിന്റെ അടുത്ത സുഹൃത്തുമാണ് സംവിധായകൻ. അപ്പോ അയാളോട് പറഞ്ഞാൽ മതി, വൈഫുമായിട്ട്, ഭാര്യയുമായി, കുടുംബവുമായി ക്ഷേത്രത്തിലാണ്, തൃശ്ശൂരാണെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം സമ്മതിക്കുന്ന കാര്യമേ ഉള്ളൂ. അതല്ല, മറ്റെന്തോ കാര്യമുണ്ടായിരുന്നു. പ്രകാശൻ തമ്പിയും ജിഷ്ണുവും എന്തിന് എയർപോർട്ടിന്റെ അവിടെ ടവർ ലൊക്കേഷനിൽ വന്നു? ഇതൊക്കെ ചോദ്യങ്ങളല്ലേ, തെളിവുകളല്ലേ? അപ്പോൾ അവർ ആരെയോ കാത്തിരുന്നു. അവിടേക്ക് അർജുൻ വളരെ വേഗം എത്തണമായിരുന്നു. ബാലഭാസ്കറും വേണമായിരുന്നു. കാരണം ബാലഭാസ്കർ ഉണ്ടെങ്കിൽ മാത്രമേ ബാലഭാസ്കറിന്റെ മറവിൽ ഇവർക്ക് കള്ളക്കടത്ത് നടത്താൻ സാധിക്കുകയുള്ളൂ. ബാലഭാസ്കറിന്റെ പേര് പറഞ്ഞിട്ടാണല്ലോ ഇവർ കസ്റ്റംസ് ഓഫീസറെ ഒക്കെ പരിചയപ്പെടുന്നതും. അത് മുഖാന്തരം കസ്റ്റംസ് ഓഫീസറുടെ ഭാര്യയ്ക്ക് ഒരു മാസം 1,20,000 രൂപ വെച്ച് ഇല്ലാത്ത കമ്പനിയുടെ പേരിൽ വിഷ്ണു സോമസുന്ദരം ശമ്പളം നൽകിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക, 1,20,000 രൂപ. അതിന്റെ ലൈവ് അപ്പമാണ് അവന്റെ ബിസിനസ്. അങ്ങനെ ഒരു കമ്പനി തുടങ്ങിയിട്ടില്ല. ബാലഭാസ്കർ അതിനകത്ത് 40 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തെളിവുകളല്ലേ? തീർച്ചയായിട്ടും ഞാൻ ജോയ് തിരികെ എത്താം. CBI പോലും സ്വാധീനിക്കുന്ന വമ്പൻ സ്രാവുകൾ ഇതിനകത്തുള്ളത് കൊണ്ടാണോ ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി ഒരു വാക്ക് പോലും മിണ്ടാത്തത്? ആരെയോ പേടിച്ചിട്ട് കൊണ്ടാണോ ഈ മൗനം എന്നുള്ള ചോദ്യമൊക്കെ ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കൾ 6 വർഷമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. ബാലഭാസ്കർ മരിച്ച ആ അപകടത്തിന് സാക്ഷി കൂടിയാണ് സോബി ജോർജ്. സോബി, ഇതിനകത്ത് സോബി പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് ഈ അപകട സമയത്ത് 12ഓളം പേർ സംഭവസ്ഥലത്ത് ഉണ്ടായിരിക്കുന്നു. ഈ ബാലഭാസ്കറെ കാറിൽ നിന്ന് വലിച്ചിടുന്നു, ആക്രമിക്കുന്നു. ഈ ആളുകളെയൊക്കെ കണ്ടു എന്നാണ് പറയുന്നത്. ചുറ്റിലും സ്വർണ്ണമാഫിയ ഉണ്ടായിരുന്നു. ബാലഭാസ്കർ ഇതായിരുന്നില്ല, പക്ഷെ ബാലഭാസ്കറിന്റെ ചുറ്റും ഇത് തന്നെയായിരുന്നു എന്ന് സോബി പറയുന്നു. ലക്ഷ്മി ഈ വിഷയത്തിനകത്ത് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന്
ശോഭിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഈ മിനിറ്റിലും അർജുൻ അറസ്റ്റിലാകുമ്പോഴും ആ തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായെങ്കിൽ അവിടെ തീരുന്ന വിഷയമാണ്. അത് തന്നെയാണോ ഈ പ്രതികരണത്തിന് പോലും വരാത്ത രീതിയിലേക്കുള്ള വലിയ സ്രാവുകൾ ഇതിനകത്തുണ്ട് എന്ന് തോന്നേണ്ടത് പോലും അതുകൊണ്ടാണ്? തീർച്ചയായിട്ടും. സോറി, ഞാൻ ഈ വാഹനം പോയി ഇടിക്കുന്നതൊന്നും കണ്ട ആളല്ല കേട്ടോ. അതിന് 5 കിലോമീറ്റർ മുമ്പ് ഒരു പെട്രോൾ പമ്പിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ വാഹനം ആക്രമിക്കപ്പെടുന്നതാണ് ഞാൻ കണ്ടത്. അതിൽ തന്നെയാണ് ഈ കാറിന്റെ ബാക്കി ചില്ല അടിച്ചു പൊട്ടിക്കുന്നത് കണ്ടത്. CBI ക്രൈംബ്രാഞ്ചിനോടൊക്കെ ഞാൻ ആ ചില്ല എങ്ങനെ പൊട്ടിയെന്ന് വെച്ചപ്പോൾ അവർക്ക് അതിന് മാത്രം മറുപടി ഉണ്ടായില്ല പറയാനായിട്ട്. ആ ചില്ല് പൊട്ടിച്ച് കണ്ടത് ആരും ഇന്ന് വരെ മൊഴി പറഞ്ഞിട്ടില്ല. ഇതെല്ലാമാണ് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഞാൻ കിടന്ന പമ്പിന്റെ അവിടെ നിന്ന് 6 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ അപകടം നടക്കുന്നത്. അപ്പൊ ഞാൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇടിച്ച് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഡബിൾ ഇൻഡിക്കേറ്റർ ഒരു കാർ ഓൺ ഞെക്കി പിടിച്ചോണ്ട് തിരുവനന്തപുരം സൈഡിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുക. നമുക്ക് അതിന്റെ വണ്ടി എന്താന്ന് പോലും കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല. ഒരു ചുവന്ന വണ്ടി പാഞ്ഞു പോണാണ്ട് ഏകദേശം സ്വിഫ്റ്റ് കണക്കാണെന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 4 കിലോമീറ്റർ കൂടി മുന്നോട്ടേക്ക് ചെല്ലുമ്പോഴാണ് ഈ വണ്ടി അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് ഞാൻ കാണുന്നത്. അവിടെ ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ഇവിടെ ആക്രമിക്കപ്പെട്ട കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു 12ഓളം പേരുണ്ട്. അവരും അത് കൂടാണ്ട് ഒരു 5-8 പേരും കൂടി ഏകദേശം ഒരു 19 പേര് കാണും അവിടെ നിൽക്കണ റോഡിൽ വടിവാളായിട്ട് നിൽക്കുന്ന സീനിലാണ് ഞാൻ ചെല്ലണത്. അവിടെ വണ്ടി നിർത്താൻ നോക്കുമ്പോൾ അവർ അസഭ്യമായിട്ടുള്ള ഭാഷയിൽ എന്നോട് സംസാരിച്ച് ഞാൻ ഡോറ് തുറന്നപ്പോൾ അത് തല്ലി അടച്ച് ഓടിച്ചിട്ട് എന്നെ വിടുകയത്. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ കാറിന്റെ ചില്ല് പൊട്ടിയത് കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ആക്രമിച്ച വണ്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ലക്ഷ്മി സംസാരിക്കാത്തത് എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. ലക്ഷ്മി അവിടെ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ ലക്ഷ്മി സംസാരിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് അരുതാത്ത എന്തോ ആ പെട്രോൾ പമ്പിൽ ഞാൻ ഇത് കണ്ട കാര്യം പറയണ്ടല്ലോ. അരുതാത്ത എന്തോ ഞാൻ കണ്ടത് പുള്ളിക്കാരത്തേക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവര് സംസാരിക്കാത്തത്. പിന്നെ ഈ വണ്ടി ഇടിച്ച സ്ഥലത്തെ പരിസരവാസികൾ ആദ്യം മൊഴി തന്നതിന്റെ അകത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ബാലുചേട്ടനല്ല വണ്ടി ഓടിച്ച, മെലിഞ്ഞ ഒരാളല്ല, തടിച്ചിട്ട ഒരാളാണ് വണ്ടി ഓടിച്ചെന്ന് പരിസരവാസികൾ പലരും മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയൊന്നും ഇവര് പരിശോധിച്ചിട്ടില്ല. ഇവര് പറയണ അർജുനൻ പറയണത് ബാലഭാസ്കർ ഓടിച്ചെന്ന്, ലക്ഷ്മി പറഞ്ഞ അർജുനൻ ഓടിച്ചെന്ന്. അത് ഇപ്പോഴും തർക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ട്. ഈ നാട്ടുകാർ പറഞ്ഞ ഇവരൊന്നും അല്ല, നല്ല ഹൈറ്റുള്ള ഒരു പുറത്താണ് കേട്ടോ ഒരാളാണ് വണ്ടി ഓടിച്ചത്. ഞാൻ ഈ പമ്പിൽ ആക്രമിക്കപ്പെടുന്ന കാണുമ്പോൾ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന ആളും നല്ല തടിച്ചിട്ട് ഉണ്ടായിട്ടുള്ള ഒരാളെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ ലക്ഷ്മി എന്തുകൊണ്ടാണ് സംസാരിക്കാത്ത ഇത്രയും നാളായിട്ടെന്നുള്ള കാര്യം നമുക്ക് ഈ മൊഴി ഒന്നും ഒരു അന്വേഷണ സംഘവും മുഖവിലേക്ക് എടുത്തില്ല. അത് ഈ മൊഴി കൊടുക്കുന്ന സമയത്ത് തന്നെ ശോഭിക്ക് അത് വ്യക്തമായിരുന്നു. ഈ പറയുന്ന കാര്യങ്ങൾ ഇത്രയും വൈറ്റൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പറയുമ്പോഴും ഇത് മുഖവിലേക്ക് എടുക്കുന്നില്ല. അത് ഈ കേസ് അന്വേഷിച്ച സംസ്ഥാന പോലീസ് ആണെങ്കിലും CBI ആണെങ്കിലും അതേ നിലപാട് തന്നെയായിരുന്നു. അല്ല, ഈ അനന്തകൃഷ്ണൻ സാറ് ഞാൻ ചെന്ന അദ്ദേഹത്തിന്റെ അടുത്ത് 4 പ്രാവശ്യമെങ്കിലും ഞാൻ പോയിട്ടുണ്ടെന്നാണ് എന്നെ വിളിപ്പിച്ചിട്ട്. ലാസ്റ്റ് ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സോബി പറഞ്ഞ കാര്യമൊക്കെ സത്യമാണെന്നിരിക്കട്ടെ, ഞങ്ങൾ ഇത് എവിടെ നിന്ന് കേസ് തുടങ്ങുമെന്നാണ് ചോദിക്കണത്. എന്നോടാ ചോദിക്കണത്. നമ്മളാണ് അതിന് മറുപടി പറയേണ്ടത്. നമ്മളാണ് അതിന്റെ മറുപടി പറയുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം, ആളെ ഞാൻ തിരിച്ചറിയും, ആൾക്കാർ തിരിച്ചറിയും. ഇപ്പൊ കാണിച്ചു തന്നാലും ഞാൻ തിരിച്ചറിയും. ആൾക്കാർ കുറെ ആൾക്കാരൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മൾ അങ്ങനെ പറയണത് എങ്ങനെയാണ്? അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ മാർച്ച് 15-ാം തീയതി കേസ് അന്വേഷിക്കുന്ന സജി ശങ്കർ സാർ എന്ന് പറയുന്ന സാറിന്റെ അടുത്ത് ഞാൻ പോയി രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണം, അത് ലൈവും വിടണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതി കൊടുത്തേക്കണം. പുള്ളിയെ ചിരിച്ചിട്ട് മേടിച്ചു നോക്കിയത്. പിന്നെ കേസ് ആദ്യം അന്വേഷിച്ചത് DYSP ആണ്. പിന്നെ ബെച്ചുകുര്യൻ സാറ് രണ്ടാമത് പുനരന്വേഷണത്തിന് വിട്ടപ്പോ പിന്നെ അവര് CBI ഏൽപ്പിച്ചത് ഒരു CA-നെ ഏൽപ്പിച്ചത്. അങ്ങനെ ഏൽപ്പിക്കോ? DYSP അന്വേഷിച്ച കേസ് CA ആണോ അന്വേഷിക്കേണ്ടത്? അപ്പൊ ഇനിയൊരു ഉത്തരവ് വന്ന് ഇവര് കോൺസ്റ്റബിളിനെ ഏൽപ്പിക്കോ? അങ്ങനെ പിന്നെ ഷാജഹാൻ സാറ് പറഞ്ഞ മാതിരി ചോദിച്ചതിന് ഒരു മറുപടി ഉണ്ട്. ഇവര് രണ്ടാമത് കേസ് അവസാനിപ്പിച്ച് റിപ്പോർട്ട് കൊടുത്തു, കോടതി കൊടുത്തു. കോടതി അത് പരിഗണനയ്ക്ക് വെച്ചിട്ടേ ഉള്ളൂ, അത് ഫയൽ സ്വീകരിച്ചിട്ടില്ല. അതിപ്പം 3 അവധി മാറി, ഇപ്പൊ 2-3 അവധി മാറി. ഇനി ഡിസംബർ 27 ഇരിപ്പുണ്ട്. കോടതിയിൽ ഇവര് കേസ് ആ ഫസ്റ്റ് CBI കൊടുത്തേക്കണം അതേമാതിരി തന്നെ എഴുതി കൊടുത്തേക്കണം. കോടതി അത് പരിഗണനയിൽ വെച്ചിട്ടേ ഉള്ളൂ, അത് ഫയലിൽ സ്വീകരിച്ചിട്ടില്ല. ഓക്കെ ഞാൻ ശ്രീ KM ഷാജഹാനിലേക്ക് വരുമ്പോൾ ഒറ്റ കാര്യം, ജോയ്, ലക്ഷ്മിയുടെ നിലപാട്, ലക്ഷ്മിക്ക് ഞങ്ങളോട് ഒരു കോണ്ടാക്റ്റും ഇല്ല, ഞങ്ങളെ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുന്നു, എന്തെങ്കിലും സംസാരിച്ചാൽ വിളിച്ച ഫോൺ എടുക്കില്ല, കാരണം അറിയില്ല, അതുകൊണ്ട് വിളിക്കാനില്ല, അവർക്ക് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ല, അങ്ങനെയാണ് ബാലഭാസ്കറിന്റെ അച്ഛൻ പറഞ്ഞത്. എതിർപ്പുണ്ടാകേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ബാലഭാസ്കറിന്റെ അമ്മാവനടക്കം മരിച്ചു, സഹോദരി ഒക്കെ സമയത്തൊന്നും ബാലഭാസ്കറിന്റെ ഭാര്യ അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ പലതവണ ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയൊരു ദുരന്തത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരാൾ മൗനമായിരിക്കുന്നത്, അയാൾ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നതൊക്കെ സ്വാഭാവികമല്ലേ? അതിനെയൊക്കെ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ് ബാലഭാസ്കറിന്റെ കുടുംബമടക്കം. അങ്ങനെ തോന്നില്ലേ വേണമെങ്കിൽ?
അല്ല ഞാൻ അതിനോട് ഞാൻ തിരികെ വരാം സാർ. ഞാൻ ജോയോടും ചോദിച്ചാണ്. തീർച്ചയായും ശശികുമാർ സാറ് ലക്ഷ്മിയോട് വളരെ സ്നേഹമുള്ള ഒരു ആളായിരുന്നു ശശികുമാർ സാർ. അതായത് ബാലഭാസ്കറിന്റെ അമ്മാവൻ. അദ്ദേഹം മരിച്ചപ്പോൾ ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു. മീര, ബാലഭാസ്കറിന്റെ ചേച്ചി, ദീർഘകാലമായി അസുഖമായി കിടന്ന വ്യക്തിയാണ് മീര. മീര മരിച്ചപ്പോഴും ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു. ലക്ഷ്മി ആരും തടയില്ല. ബാലഭാസ്കറിന്റെ ഭാര്യ എന്ന റെസ്പെക്ട് ആ കുടുംബം ലക്ഷ്മിക്ക് നൽകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായ വിമർശനങ്ങൾ ഉണ്ടാകും. ലക്ഷ്മിക്ക് കാര്യങ്ങളിൽ 90% അറിയാമെന്ന് വിശ്വസിക്കുന്ന ഒരു സുഹൃത്താണ് ഞാൻ. കാരണം ലക്ഷ്മി ബാലഭാസ്കറിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയാണ്. ബാലഭാസ്കർ അങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആൾ. ലക്ഷ്മിയുടെ എല്ലാ കാര്യങ്ങളും പറയുന്ന വ്യക്തിയാണ്. ഞാൻ ബാലഭാസ്കർ മരിച്ച ശേഷം ലക്ഷ്മിയെ 1-2 തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇപ്പോൾ. ലക്ഷ്മിയുടെ പുതിയ നമ്പർ എന്താണെന്ന് അറിയില്ല. ലക്ഷ്മിയെ കണ്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞത് ബാലഭാസ്കറിന്റെ കുറെ ആക്രി സാധനങ്ങൾ ഇവിടെ ഉണ്ട്, അതൊക്കെ തൂക്കി വിൽക്കണം, അവൻ ചത്തതേ ചത്തു, ഇനി ഞാൻ എന്തിനെ പുറകെ പോകണം എന്ന തരത്തിലാണ് ലക്ഷ്മിയുടെ മറുപടി. അപ്പൊ അവരുടെ ഇന്റിമസി എത്രമാത്രമാണെന്ന് എനിക്ക് തന്നെ ബോധ്യമായി. പിന്നെ ആ സൗഹൃദം നീട്ടിക്കൊണ്ടുപോയിട്ടും കാര്യമില്ലല്ലോ. ലക്ഷ്മിക്ക് അറിയാം സഹതാപത്തിന്റെ മൂടുപടം കൊണ്ട് മൂടാതെ 6 വർഷം കഴിഞ്ഞു. ലക്ഷ്മിയോട് ചോദിക്കുക എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്ന് നിങ്ങൾ ഇത്ര വേഗം, ഷാജഹാൻ സാർ കിലോമീറ്റർ വരെ പറഞ്ഞല്ലോ, 94 കിലോമീറ്റർ വേഗത്തിൽ ഏകദേശം 72-80 കിലോമീറ്ററോളം ഒരു പാസ് ചെയ്തു. കൊല്ലത്ത് മാത്രമാണ് ഇടയ്ക്കൊന്ന് നിർത്തിയത്, ജ്യൂസ് കുടിക്കാൻ നിർത്തിയത്. പിന്നെ വേറൊരു കാര്യം ഇന്നഡീഷൻ ആയിട്ട് പറയാനുള്ളത്, പ്രകാശ് തമ്പി എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ എഞ്ചിനീയർ ആണ്. അയാൾ പോയിട്ട് ഈ കടകളിലെയും ഈ ഭാഗത്തെയും CCTV മുഴുവൻ പിടിച്ചു വാങ്ങി എന്നുള്ളതാണ്. ഈ വിഷ്വൽസ് മുഴുവൻ അയാളുടെ കസ്റ്റഡിയിലാണ്. അതൊന്നും ആലോചിക്കണം. ഇങ്ങനെയാണ് പോലീസുകാർ എത്തുന്നതിന് മുന്നേ തമ്പി പോയിട്ട് ഈ കടകളിലെ വിഷ്വൽസ് തമ്പി ശേഖരിക്കുകയാണ്. ഈ വണ്ടിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു മറ്റാരും അറിയരുത് എന്ന തരത്തിൽ തമ്പി വാങ്ങുകയാണ്. ഇവിടെ ഭയങ്കര സംശയമാണ്. ലക്ഷ്മിക്ക് പറയാം, അർജുനനും സത്യം വെളിപ്പെടുത്താൻ സമയമായി. അത് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം, അത്രമാത്രം. യെസ്, ശ്രീ KM ഷാജഹാൻ, ആക്രി സാധനങ്ങളാണ് ഒരാളുടെ മരിച്ച ഭർത്താവിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ, അതെല്ലാം തൂക്കി വിൽക്കണമെന്ന് ജോയിയോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആ വിവാഹ സമയം തൊട്ടേ പരിചയമുള്ള ഒരു സുഹൃത്ത് ബെൽറ്റ് കൂടിയാണ്. ഇതില് ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീ, അവരെ കുറിച്ചിട്ട് ഇപ്പോൾ ഈ ജോയ് തമലം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു പൊതുധാരണ കിട്ടുന്നത്. ലക്ഷ്മി ബാലഭാസ്കർ എന്ന് പറയുന്ന മരണപ്പെട്ട ഒരാളുടെ ഭാര്യയാണ്. എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഇപ്പോൾ ഈ 1.5 മാസങ്ങൾക്ക് മുമ്പ് മരിച്ച നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയെ കണ്ടു പഠിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ മഞ്ജുഷ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ത്രീ, അവരുടെ ശരീരഭാഷയെ കണ്ടു കഴിഞ്ഞാൽ അവർ വളരെ ഈ പറഞ്ഞ പോലെ വളരെ സാധുവായ ഒരു സ്ത്രീയാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ആ മഞ്ജുഷ എന്ന് പറയുന്ന ആ സ്ത്രീ അവരുടെ ഭർത്താവിൻ്റെ ഘാതകരെ കണ്ടുപിടിക്കാൻ നടത്തുന്ന ആർജവത്തോടുകൂടിയുള്ള ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു പോരാട്ടം ഉണ്ടല്ലോ, അതാണ് ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീ കണ്ടു പഠിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മഞ്ജുഷ എന്ന് പറഞ്ഞ സ്ത്രീ അവരവരുടെ ഭർത്താവിൻ്റെ ഘാതകരെ കണ്ടുപിടിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അവർ ഇപ്പോൾ CBI അന്വേഷണത്തിന് കൊടുത്തൊക്കെ കണ്ടല്ലോ. പക്ഷേ ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീ അങ്ങനത്തെ ഒരു സ്ത്രീയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അവരിതിൻ്റെ ഭാഗമാണോ എന്നുള്ള സംശയം പോലും എന്നെ ഇപ്പോൾ ഈ ജോയ് തമലം പറഞ്ഞത് കേൾക്കുമ്പോൾ എന്നെ അത് ബാധിച്ചിരിക്കുകയാണ്. കാരണം ഒരാൾ ശ്രമിച്ചാൽ കണ്ടുപിടിക്കാവുന്നതാണ് ഈ കുറ്റം. അത് കണ്ടുപിടിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരിപ്പോൾ ജോയ് തമലം പറഞ്ഞു വിവാഹ സമയം തൊട്ടേ ജോയ്ക്ക് അറിയുന്ന ഒരാൾ കൂടിയാണ് ലക്ഷ്മി. എങ്കിലും ഞാൻ ഒരു സംശയത്തിന് ആനുകൂല്യം എല്ലാവർക്കും കൊടുക്കും. ഭർത്താവ് മരിക്കുന്നു, ആകെയുള്ള മകൾ മരിക്കുന്നു, ആ അപകടത്തിൽ പെട്ട ഒരാളാണ്. മാനസികമായിട്ടൊരു വലിയ ഷോക്കിലൊക്കെ ആയിക്കൂടായില്ലല്ലോ. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ. അല്ല അപർണ, ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ആവാം, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ അതിനൊക്കെ ഒരു സമയമുണ്ട്. ഇപ്പോൾ ഭർത്താവ് മരിച്ചു, മകൾ മരിച്ചു, അപ്പോൾ സ്വാഭാവികമായും ദുഃഖിതയായിട്ടൊക്കെ ഇരിക്കാം. പക്ഷേ ദുഃഖിതയായിട്ടൊക്കെ ഇരിക്കുമ്പോഴും കുറേ നാളുകൾ കഴിയുമ്പോൾ തൻ്റെ ഭർത്താവിനെ ഇതുപോലെ കെണിയിൽപ്പെടുത്തി കൊല്ലുകയായിരുന്നു എന്നറിയാവുന്ന ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റ് തെളിയിക്കേണ്ടത് എങ്ങനെയാണ്? ആ തെളിയിക്കേണ്ടത് ഭർത്താവിൻ്റെ ഘാതകരെ കണ്ടുപിടിക്കുക എന്നുള്ളതിലൂടെയാണ്. അതവർ നിർവഹിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വേറൊരു വശത്തിൽ ചിന്തിച്ചാൽ അതിനും ഒരു സെൻസ് ഉണ്ട്. എന്താണ്? കേരളത്തിലെ ഈ സ്വർണ്ണ മാഫിയയുടെ ഒരു വ്യാപ്തി അതിഭീകരമാണത്.
അത് കുറച്ചാൾ മുമ്പ് അൻവർ പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടു, അതിൻ്റെ വ്യാപ്തി നമ്മൾ കേട്ടു. ഇപ്പോൾ ഈ അർജുൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ചേർപ്പളശ്ശേരിയിൽ എന്തോ അവനെന്തോ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഈ ചേർപ്പളശ്ശേരിയിൽ വെച്ചിട്ടാണ് എനിക്കൊന്ന് 1-2 വർഷങ്ങൾക്ക് മുമ്പ് അർജുൻ ആയങ്കിയൊക്കെ ഉൾപ്പെടെ ഉള്ള ഒരു സ്വർണം കള്ളക്കടത്ത് പൊട്ടിക്കൽ സംഘത്തെക്കുറിച്ചിട്ട് ഞാനൊക്കെ അന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതായത് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നവരെ കുറിച്ചിട്ടുള്ള വിവരം ചോർത്തിയെടുത്തിട്ട് അവരിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് പോകുന്ന സെറ്റുകാർ, അതിൻ്റെ ഒരു വലിയ അപകടം നടക്കുകയും 4 പേര് മരണപ്പെടുകയും ചെയ്ത ഒരു സംഭവം 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി. അവിടെ വെച്ചിട്ടാണ് അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ കുറിച്ച് കേൾക്കുന്നത്. അവിടെയാണ് ഈ അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതായിട്ടൊക്കെ ഇപ്പോൾ ജോയി തമലം പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞപ്പോഴത്തേക്കും അതിനകത്തൂടെ കേൾക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അർജുൻ എന്ന് പറയുന്ന അയാൾ ഇതിനകത്തെ നിർണായകമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന ഒരാളാണ്. അയാളും കൂടെ അയാളുടെയും പ്രകാശൻ തമ്പിയുടെയും ലതയുടെ മകൻ ജിഷ്ണുവിൻ്റെയും അറിവോടുകൂടിയാണ് ഇത് നടന്നിരിക്കുന്നത്. അതിൽ ബാലഭാസ്കറെ ട്രാപ്പ് ചെയ്ത് കൊല്ലുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ സ്വന്തം ഭർത്താവിനോട് ആ നിലയിലുള്ള കമ്മിറ്റ്മെൻറ്റുള്ള ഒരു വനിതയാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന ആ വനിതയെങ്കിൽ ഇത്രയും നാൾ, അതായത് സംഭവം നടന്ന് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ക്രൈംബ്രാഞ്ചും CBIയും ഉൾപ്പെടെ ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഉത്തരവാദിത്വം ലക്ഷ്മിയുടേതാണ്. അവരിനിയെങ്കിലും പുറത്തു വന്ന് വസ്തുതകൾ പുറത്ത് വെളിപ്പെടുത്തി ഭർത്താവിൻ്റെ ഘാതകരെ കണ്ടുപിടിക്കാനുള്ള ഇച്ഛാശക്തിയും ആർജവും അത് കാണിക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാം. ശ്രീ സക്കറിയ ജോർജ്, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെ CBI വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റില്ല. CBI ഈ വിഷയത്തിനകത്ത് തൊട്ടുപോകാതിരുന്ന പല ഘടകങ്ങളും ഉണ്ടെന്ന് ജോയ് തന്നെ പറയുന്നു. ഇങ്ങനെ 20 വിഷയമാണ്, 20 പോയിന്റ് എടുത്താണ് പറയുന്നത്. ഈ 20 പോയിന്റിൽ എവിടെയും പോയിട്ടില്ല. മൊഴി കൊടുത്ത സോബി ജോർജ് പരിഹാസ്യനായി, ചിരിച്ചുകൊണ്ട് അവർ വാങ്ങിച്ചു വെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എവിഡൻസ് പലതരത്തിൽ വന്നിട്ട് എവിടെ നിന്ന് തുടങ്ങും, ഞങ്ങൾ എവിടെ നിന്ന് ഈ കേസ് തുടങ്ങുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ സാക്ഷിയോട് ചോദിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ എങ്ങനെയാണ് CBI, സംസ്ഥാന പോലീസ് കുഴച്ചു മറിഞ്ഞൊരു കേസിന് മുന്നിൽ CBI വന്ന് പകച്ചു നിന്നു എന്നെങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയും? ഞാനും CBI അക്കാഡമി ഗാസിയാബാദില് ട്രെയിനിങ് കറപ്ഷൻ ആൻഡ് ഫ്യൂച്ചർ ഗവർണൻസ് കോഴ്സ് അറ്റൻഡ് ചെയ്ത ആളാണ്. CBIയിൽ ഒത്തിരി നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. എവിടെ തുടങ്ങണം എന്ന് സത്യം പറഞ്ഞാൽ അദ്ദേഹം രാജിവെച്ച് പോകണം. ഒരു കേസ് എടുക്കുമ്പം എവിടെ തുടങ്ങണം എന്ന് അറിയാൻ വയ്യായെങ്കിൽ, ഒരു കേസ് ഏൽപ്പിക്കുമ്പം ബേസിക്കായിട്ട് ചെയ്യേണ്ടത് അതിനൊരു പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കണം. ആ പ്ലാൻ ഓഫ് ആക്ഷൻ തൻ്റെ ടീമിലുള്ളവരോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടും ഫയൽ പഠിച്ചിട്ടും ചെയ്യണം. ഒരു ചെക്ക് ലിസ്റ്റ് വേണം, സയൻറ്റിഫിക് ആയിട്ടും ഇത് അന്വേഷിക്കണം. ഇതൊന്നും അറിയാൻ വയ്യെങ്കിൽ CBIയിൽ വന്ന് DYSP എന്ന് പറഞ്ഞ് ശമ്പളം വാങ്ങിച്ച് നാണമില്ലാതെ പോയി നല്ലതായിട്ട് അത് ഭക്ഷിക്കുന്നത് വളരെയധികം തെറ്റുള്ള ഒരു കാര്യമല്ലേ. പിന്നെ ലക്ഷ്മിയുടെ കാര്യം പറയുന്നു, ശരിയാണ്, ആക്സിഡന്റ് വന്നു, ഭർത്താവ് മരിച്ചു, കുട്ടി മരിച്ചു. അതിനകത്തൊക്കെ ട്രോമ ആൻഡ് റിക്കവറി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ട്രോമ ഉണ്ടായാൽ ഒരു സർട്ടൺ പീരീഡ് കഴിഞ്ഞ് റിക്കവറി ഉണ്ട്. ആ റിക്കവറി വരുമ്പോഴേലും അവർ ഇതിനകത്തൊക്കെ പ്രതികരിക്കണം. ഇനി ലക്ഷ്മിക്ക് ബാലഭാസ്കറിനോട് സ്നേഹമില്ലെങ്കിലും അവർ നൊന്തുപെറ്റ മകളോട് അവർക്ക് സ്നേഹം വേണ്ടേ? അവരുടെ ഡെത്തിന് കാരണക്കാരായവരെ കണ്ടുപിടിക്കാൻ അവർ മുന്നോട്ട് ഇറങ്ങണ്ടേ? ഇപ്പൊ ശ്രീ ഷാജഹാൻ പറഞ്ഞല്ലോ, പിന്നെ നവീൻ ബാബുവിന്റെ ഭാര്യയുടെ കാര്യം. ഇതെല്ലാം നല്ല സ്ത്രീകളുടെ ഒരു രീതിയാണ് തൻ്റെ ഭർത്താവിനോട് മരിച്ചാലും പിന്നെ സ്നേഹക്കൂറ് പുലർത്തുന്നത്. ചിലർക്ക് ഇതൊക്കെ ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് വരും, അന്നേരം ഉപയോഗിക്കുന്നു, അന്നേരം സഹകരിക്കുന്നു, അന്നേരം ജീവിക്കുന്നു. പോയി കഴിയുമ്പോൾ നമ്മളൊരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിനകത്ത് ചായ കുടിച്ചിട്ട് അത് നമ്മൾ ക്രഷ് ചെയ്തിട്ട് വേസ്റ്റ് ഗ്ലാസ്സിൽ ഇടുന്ന പോലെ ആയിരിക്കും ചിലർക്കൊക്കെ. അപ്പോൾ അവർക്ക് അവിടെ ഇമോഷണൽ ഇൻറ്റിമസി ഇല്ല. പക്ഷേ ഇപ്പോൾ ഒരു കൂളിംഗ് പീരീഡ് ആയല്ലോ, റിക്കവറി ചെയ്ത് അവർ വന്നിട്ടുണ്ടല്ലോ, അവരെന്തുകൊണ്ടാണ് പിന്നെ ആക്രി എന്നൊക്കെ പറയുന്നത്? ഇതൊക്കെ വളരെ നമ്മുടെ സംസ്കാരത്തിന് എതിരല്ലേ? എത്രയോ ഉണ്ണിസാറിന് ഉണ്ടായ ഒരു മകനല്ലേ ബാലഭാസ്കർ, അദ്ദേഹത്തിന്റെ മൂല്യങ്ങളുള്ള ഒരു വ്യക്തിയല്ലേ? അവരോടൊപ്പം ജീവിച്ച ഇവർക്കേലും അല്പവേലും മൂല്യം വേണ്ടേ? ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടുവാണ്. ജോയിയൊക്കെ പറഞ്ഞ കാര്യം കേൾക്കുമ്പോഴേ പൊതുസമൂഹം ഞെട്ടുവാണ്. ഇത്രയൊരു അനുഗ്രഹീത കലാകാരൻ, ഇത്രയൊരു ക്യാരക്ടറുള്ള നല്ലൊരു മനുഷ്യൻ, അയാളുടെ ഭാര്യയ്ക്ക് അയാളോട് യാതൊരു കൂറുമില്ലാതാണ് ഇത്രയും നാൾ ജീവിച്ചതെന്ന് പറയുമ്പോൾ ശരിയായിരിക്കും, പേടിയായിരിക്കും. പക്ഷെ CBI എല്ലാം പുറത്തു വന്നല്ലോ, ബെച്ചു കുര്യൻ സാർ ഇടപെട്ടല്ലോ.
ഇത്രയെല്ലാം ഉണ്ടായി. ഇനി എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമുണ്ട്. അതായത് ലക്ഷ്മിയുടെ ഫോണ്, ബാലഭാസ്കറിന്റെ ഫോണ്, അർജുൻ എന്നിവരുടെ ഫോണിന്റെ CDR എല്ലാം എടുക്കണം. ആ CDR എടുത്ത് ഇവിടുത്തെ ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ CBI ഒന്നും അന്വേഷിച്ചാൽ പുറത്തു വരത്തില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി, ജനങ്ങൾ അവസാനം പോയി രക്ഷ തേടുന്ന ഹൈക്കോടതിയിലെ ഒരു നല്ല ജഡ്ജ് ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് ഇത് ഹൈക്കോടതിയുടെ ഡയറക്ട് സൂപ്പർവിഷനിൽ പരിശോധിപ്പിക്കണം. അപ്പൊ ഇതിനകത്ത് വിളിച്ച കളികളും പിന്നെ വിളിച്ച വിളികളും അതിനകത്തുള്ള കളികളും, ആരൊക്കെയാണ് വിളിച്ചത്, ആരാണ് ഈ മാഫിയ, ഇവിടെ എന്നും ഇത് തന്നെയാണ്. സ്വർണം പൊട്ടിക്കല്, വണ്ടി ഇടിക്കുന്നു, കൊല്ലുന്നു. റൈറ്റ്, തീർച്ചയായിട്ടും ഞാൻ ജോയിക്ക് വരുന്നുണ്ട്. സോബി, ഈ 6 വർഷമായിട്ട് സോബി ഇതേ മൊഴിയിൽ നിൽക്കുന്നു. ജോയിക്ക് പലതരത്തിലുള്ള ഭീഷണികളൊക്കെ ഈ വിഷയത്തിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാം. സോബി പറയുന്ന മൊഴികളൊക്കെ ചിരിച്ചു തള്ളി അന്വേഷണ ഉദ്യോഗസ്ഥർ. പുറത്തുനിന്ന് സോബി എന്തെല്ലാം തരത്തിലുള്ള ഭീഷണികളിലൂടെ കടന്നുപോയി? എനിക്ക് നിലവിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പോലീസ് സംരക്ഷണം തന്നിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ പോലീസുകാർ വന്നിട്ട് 2 പ്രാവശ്യം ആക്രമിക്കപ്പെട്ടു. ഉത്തരേന്ത്യയിൽ വെച്ച് എന്റെ കാറിന് വെടിവെച്ചു. ഇത് കൂടാണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് കൗമുദി ഫ്ലാഷിന്റെ അരുൺ നിരന്തരം വാർത്ത എഴുതിക്കൊണ്ടിരുന്ന അരുണ് നേരെ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായ ഭീഷണികൾ, എനിക്ക് തോന്നുന്ന വധശ്രമം ഒരു 5-6 പ്രാവശ്യം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം സ്വന്തം നിലക്കൊക്കെ നേരിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും ഇന്നലെ ഈ വാർത്ത വന്നതിന് ശേഷം ഒരു 5-8 കോള് നമുക്ക് വന്നിട്ടുണ്ട്. പുറം കോള്, നമുക്ക് നമ്പർ ഇല്ലാത്ത കോള് വന്നിട്ടുണ്ട്. ഇനിയും ഇതിനു വേണ്ടിയിട്ട് ചരിഞ്ഞിറങ്ങുവാണെങ്കിൽ ഇതേ ഒരുക്കേണ്ട ഒരു കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് അതുകൊണ്ടൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. 6 വർഷമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് കേട്ടോണ്ടിരിക്കുന്നതാണ്. എന്തായാലും ബാലഭാസ്കർ കേസിന് ഒരു ഫുൾ സ്റ്റോപ്പ് കണ്ടിട്ട് ഞാൻ ഈ കേസിൽ നിന്ന് എന്തായാലും പിന്മാറുള്ളൂ. ഇത് അപകടമരണമല്ല, ഒരു കൊലപാതകമാണെന്ന് ആദ്യമായി പറഞ്ഞ ആള് ഞാനാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു അവസാനം കണ്ടിട്ട് തന്നെ ഞാൻ പോകുള്ളൂ. ഇതിനിറങ്ങിയിട്ട് ഒത്തിരി ദുരിതങ്ങളും അനുഭവിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് ഇനി അത്രയും ദുരിതങ്ങളും എനിക്ക് അനുഭവിക്കേണ്ടി വരില്ല. ഞാൻ ഇത് തെളിയിച്ചിട്ട് തന്നെ പോകുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു എവിഡൻസ് നമുക്ക് വന്നുപെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ കേസ് അന്വേഷിച്ചിരുന്ന DYSP വിരമിച്ച ശേഷം ആത്മഹത്യ ചെയ്തു, അങ്ങനെ ഒരു വാർത്ത കൂടിയുണ്ട്. പക്ഷേ ഹരീഷിൻ്റെത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് പോലും അറിയില്ല എന്ന സംശയം പോലും ഉണ്ട്. ഞാൻ തിരികെ എത്താം വളരെ പെട്ടെന്ന്, ഒരു ചെറിയ ഇടവേള കൂടി. ജോയ് താമരത്തിലേക്ക് വീണ്ടും. ജോയ്, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു പറയുമ്പോൾ ഇതിൻ്റെ കണക്കുകളും എവിഡൻസുകളും ഒക്കെ പരിശോധിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോഴൊക്കെ മാധ്യമപ്രവർത്തകനായിട്ട് പോലും ഉണ്ടായിട്ടുള്ള ഭീഷണികളുണ്ട്, അജ്ഞാതരായിട്ടുള്ള പലരുടെയും പ്രതികരണങ്ങളൊക്കെ. ഇപ്പോൾ സോബി പറഞ്ഞതുപോലെയുള്ള വലിയൊരു അപകടത്തിന് അത് പോയില്ലെങ്കിലും ഈ DYSP വിരമിച്ച ശേഷം ആത്മഹത്യ ചെയ്തു, അത് സംബന്ധിച്ചടക്കമുള്ള തർക്കങ്ങളൊക്കെ ഉണ്ട്. അതായത് ബാലഭാസ്കറിന്റെ മരണത്തിൽ തീരുന്നില്ല. ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിൽ അതുമായി മുന്നോട്ട് പോകുന്നവരെ പിറകോട്ട് വലിക്കുന്ന സമ്മർദ്ദങ്ങളും ഭീഷണികളും ഒക്കെ വ്യക്തമായിട്ട് തന്നെ അത് നേരിട്ട് തന്നെ പറയാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് ജോയ്, അല്ലേ? തീർച്ചയായിട്ടും ഭീഷണികൾ അതൊക്കെ ഒരു വശത്ത് നടക്കും. നമ്മൾ പത്രപ്രവർത്തകരാകുമ്പോൾ ഭീഷണി വരും, ചിലപ്പോൾ അടികിട്ടിന്നിരിക്കും, അതൊക്കെ ഒരു വശത്ത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് 20 തെളിവുകളും നമ്മൾ ന്യൂസ് 8ന്റെ ഓൺലൈനിൽ കൊടുത്തതാണ്. ബഷു കുര്യൻ സാറിന്റെ ആ വിധിപ്പകർപ്പ് കിട്ടുമ്പോൾ നമ്മൾ ആഹ്ലാദിച്ചത് ന്യൂസ് 18 പങ്കുവച്ച സംശയങ്ങളായിരുന്നു. അത് നമ്മുടെ സൈറ്റിൽ ഇപ്പോഴും ഉണ്ട്. ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയതാണ്, കോടതി അംഗീകരിച്ച് വിട്ടത്. അത് നമുക്കൊരു അഭിമാനകരമായ സംഭവമാണ്. ഇതേ സംശയങ്ങൾ കോടതിക്കും തോന്നി എന്നുള്ളത്. ഈ സംശയങ്ങൾക്ക് ദൂരീകരണം കണ്ടെത്താൻ നിർഭാഗ്യവശാൽ അന്വേഷണ ഏജൻസികളൊന്നും ശ്രമിക്കുന്നുമില്ല. ഇനി ലക്ഷ്മിയുടെ കാര്യമാണെങ്കിൽ ബാലഭാസ്കറിന്റെ കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസ്, ഇൻഷുറൻസ് തുക, അപകട ഇൻഷുറൻസ്, ഇതെല്ലാം കണ്ട് തൃപ്തിയടഞ്ഞ് എനിക്കിനി ഒന്നിനും പ്രതികരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ മൗഢ്യം നടിച്ചിരിക്കുകയാണെങ്കിൽ അത് വെറും മണ്ടത്തരമാണ്. ധീരതയോടുകൂടി മുന്നോട്ട് വരണം. ഇപ്പൊ മഞ്ജുഷ മാമിനെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ അതുപോലെ ധീരതയോടെ മുന്നോട്ട് വന്നിട്ട് അന്നത്തെ യാത്രയുടെ ലക്ഷ്യം ഇതായിരുന്നു എന്ന സത്യമെങ്കിലും അത് എന്തും ആകട്ടെ, ഒരുപക്ഷെ നമ്മളൊക്കെ പറയുന്നതിന് വിരുദ്ധമായ ഒരു ഉത്തരമാണ് ലക്ഷ്മി തരുന്നതെങ്കിൽ പോലും ആ ഒരു ഉത്തരം പറയാൻ ലക്ഷ്മിക്ക് ബാധ്യതയുണ്ട്. അർജുൻ എന്തിനങ്ങനെ വണ്ടി വേഗത്തിൽ ഓടിച്ചു എന്ന് പറയുന്ന ലക്ഷ്മിക്ക് ബാധ്യതയുണ്ട്. ലത എന്തിന് നിരന്തരം വിളിച്ചു എന്ന് പറയുന്ന ലക്ഷ്മിക്ക് ബാധ്യതയുണ്ട്. ലത ബാലഭാസ്കറിന്റെ അമ്മയല്ല, സഹോദരിയല്ല, യാതൊരു ബന്ധവുമില്ല. 15 വർഷമായി ബാലഭാസ്കറിന്റെ കെയർടേക്കർ ലത എന്ന് പറയുന്നതിൽ അഭിമാനക്ഷതം ആദ്യം തോന്നേണ്ടത് ലക്ഷ്മിക്കാണ്.
അതൊന്നുമില്ലാതെ അവരുടെ ആതിഥ്യമൊക്കെ ഉണ്ട് നടന്നിട്ട് അവരുടെ ആളായി വാലാട്ടിയായി ഇപ്പോഴും കൂടെ നിൽക്കുന്നുവെങ്കിൽ ലക്ഷ്മിയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളും ലക്ഷ്മിക്കൊപ്പം നിന്ന് ലക്ഷ്മിക്ക് സ്തുതി പാടുന്ന ആളുകളും നാണം കെട്ട് തലകുനിക്കേണ്ടി വരും ഒരു ദിവസം. സോബിച്ചേട്ടനൊക്കെ പറഞ്ഞതുപോലെ ഒരു ദിവസം നാണം കെട്ട് തലകുനിക്കേണ്ടി വരും. ആ മഹത്വമുള്ള അത്രയും പ്രതിഭാശാലിയായ ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്തതിന്റെ സങ്കടം കൊണ്ട്. യെസ്, ശ്രീ കെ എം ഷാജഹാൻ, ഇനി നേരത്തെ സക്കറിയ ജോർജ് പറഞ്ഞ പോലെ ഇനി കോടതി തീരുമാനിക്കണം, കോടതി ഇതിനകത്ത് ആവശ്യപ്പെടണം. അപ്പോഴും വളരെ എത്രയോ വർഷങ്ങൾ നീണ്ടൊരു അന്വേഷണത്തിലേക്കൊക്കെ അങ്ങനെയാണെങ്കിൽ പോലും കടക്കേണ്ടി വരും. എപ്പോഴാണ് നീതി ഉണ്ടാകുക, അത് എത്ര സമയമെടുക്കും, എത്ര സ്വാധീനം വരും? പൊതുജനത്തിന് തോന്നുന്ന ഒരു വലിയ സംശയമുണ്ട്, ഇതെങ്ങനെ തെളിയിക്കാനാണ് എന്നുള്ളത്. ഇതിനകത്ത് ഈ സക്കറിയ ജോർജ് പറഞ്ഞതിനകത്തുള്ള ഒരു ചെറിയ പരിമിതി എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ കോൾ ഡീറ്റെയിൽസും CDR ഒന്നും ഇനി കിട്ടില്ല. അത് 2 വർഷമേ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ സാധ്യതകൾ വളരെ വിദൂരമാണ്. പക്ഷേ ഇതിൽ കോടതിക്ക് ഇടപെടാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. കാരണം ബെച്ചു കുര്യൻ തോമസിൻ്റെ ജഡ്ജ്മെൻറ്റിൽ 20 ക്ലൂകളാണ് CBIക്ക് കൊടുത്തത്. സ്വാഭാവികമായും അതിന്മേൽ CBI എന്ത് നിലപാടാണ് എടുത്തത് എന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം കോടതിക്കുണ്ട്. പക്ഷേ കോടതിയുടെ മുന്നിലേക്ക് എനിക്ക് ബാലഭാസ്കറിൻ്റെ പിതാവിനോടുള്ള ഒരു അഭ്യർത്ഥന, ഒരു ഫെർവൻ്റ് ആയിട്ടുള്ള അപ്പീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഈ പുതിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡ്രൈവറുടെ തെളിവും കൂടെ വന്ന സാഹചര്യത്തിൽ ഒന്നുകൂടി അദ്ദേഹം കോടതിയെ സമീപിക്കുകയും കോടതി നിരീക്ഷണത്തിൽ ഇത് അന്വേഷിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കൊരു അഭ്യർത്ഥന കൂടെ നടത്താനുള്ളത്, ഞാനൊരു അഭിഭാഷകനാണ്. അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഇതിനകത്ത് എന്തെങ്കിലും നിയമസഹായം ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയുമെങ്കിൽ അത് ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ ബാലഭാസ്കറിൻ്റെ പിതാവ് ഉണ്ണി ഈ പരിപാടി കാണുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനോട് ഞാനൊരു അഭ്യർത്ഥന എന്നുള്ള നിലയിൽ മുന്നോട്ട് വെക്കുകയാണ് എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും. തീർച്ചയായിട്ടും വളരെ അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഏതായാലും ബാലഭാസ്കറിന്റെ മരണം ദുരൂഹമാണോ എന്ന് എപ്പോഴൊക്കെ മാധ്യമങ്ങൾ ചർച്ചകൾ നടത്തുമ്പോഴും അപ്പോഴും അജ്ഞാതരായിട്ടുള്ള പലരുടെയും പ്രതികരണങ്ങൾ ഈ 6 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പുതിയ കാര്യമല്ല. തീയില്ലാതെ എങ്ങനെ പുകയുണ്ടാകും എന്നുള്ളൊരു സംശയം പലപ്പോഴും തോന്നിയതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ കൈമലർത്തുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പോലെ തന്നെ കോടതിയല്ലാതെ മറ്റെന്താണ് വഴി? അങ്ങനെയാണെങ്കിൽ സത്യം കാണാമറയത്ത് നിൽക്കുകയാണോ എന്ന ചോദ്യം വീണ്ടും ചോദിക്കേണ്ടതായി വരുന്നു. വളരെയധികം നന്ദി ചർച്ചയ്ക്കൊപ്പം ചേർന്ന ശ്രീ കെ എം ഷാജഹാൻ, സക്കറിയ ജോർജ്, കലാഭവൻ സോബി, ഒപ്പം ശ്രീ ജോയ് തമലം. നമസ്കാരം.